സകല കാര്യത്തിലും സ്വർഗത്തിലെ ദൈവം നമ്മളെ അനുഗ്രഹമാക്കി മാറ്റുന്നല്ലോ. ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവത്തിന്റെ വലിയ മഹത്വത്തിനായി നന്ദി പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ കർത്താവെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവെ അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായി നന്ദി പറയുന്നപ്പാ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. വലിയ കൃപകളാൽ സ്വർഗം നിറയ്ക്കും, വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. കർത്താവ് നമുക്ക് വേണ്ടി വീര്യപ്രവർത്തികളെ ചെയ്യും. ഇപ്പോൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ ദൈവം അങ്ങ് വലിയ കൃപകളാൽ നിറയ്ക്കുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്ന എല്ലാ നെഗറ്റീവുകളെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നപ്പ എൻ്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്നവർ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ഞാൻ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കും. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ വലിയ പ്രവർത്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യുന്നതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. ദൈവാത്മാവ് നമ്മളെ എല്ലാ മേഖലയിലും സാക്ഷ്യമാക്കുന്നല്ലോ. സകല കാര്യത്തിലും ദൈവം നമ്മളെ അത്ഭുതമാക്കുന്നല്ലോ. ഇത് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. കർത്താവിന്റെ വചനത്തിലും ആത്മാവിലും ശക്തിപ്പെടാം. തുടർച്ചയായിട്ട് നമ്മൾ കർത്താവിന്റെ വചനം കേൾക്കുന്നു. ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. ജീവനും മരണവും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. വായുടെ പാവം ചെയ്യാതിരിക്കാൻ നാവിൽ നിന്ന് ആകാത്തതൊന്നും വരരുത്. സൂക്ഷിക്കുക. സൂക്ഷിക്കുക. ജീവനും മരണം സൂക്ഷിക്കുന്നു. നാവിനെ കടിഞ്ഞാനിട്ട് സൂക്ഷിക്കുക. നമ്മൾ കേട്ടു, നല്ല നാവിന്റെ അധികാരത്തെ പറ്റി കേട്ടു. നമ്മുടെ നാവിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ, ഒരു വിശ്വാസിയുടെ കാര്യങ്ങൾ സംഭവിക്കും. അത് ഓർത്തോണം. അനുഗ്രഹവും ശാപവും എൻ്റെ നാവിന്റെ അധികാരത്തിന്റെ മേലുണ്ട്. ദൈവം നമ്മൾക്ക് അധികാരം തന്നിട്ടുണ്ട്. നമുക്ക് പിന്നെയും പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ യേശുവിന്റെ നാമത്തിൽ സാക്ഷിയാക്കി മാറ്റുന്ന ദൈവത്തിന്റെ വൻ കൃപകൾക്കായി നന്ദി പറയുന്നു. നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ദൈവവചനത്തിൽ വീണ്ടും നമുക്ക് കേൾക്കാം. കർത്താവ് നമ്മളെ സഹായിക്കുന്നല്ലോ, ദൈവം നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. സദൃശവാക്യത്തിൽ 3-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: യഹോവ നിന്റെ ആശ്രയമായിരിക്കും, അവൻ നിന്റെ കാല് കുടുങ്ങാതെ വണ്ണം കാക്കും എന്ന് പറഞ്ഞു. ഇവിടെ വചനം നോക്കി, യഹോവ നിന്റെ ആശ്രയമാകും. അപ്പൊ ദൈവം നമുക്കൊരാശ്രയമാകും. അവൻ തൻ്റെ കാൽ കുടുങ്ങാതെ വണ്ണം കാക്കും. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, എപ്പോഴും മനസ്സിലായിക്കോണം. ഈ ദൈവാശ്രയം എന്നൊരു പദം ബൈബിളിൽ മിക്കയിടങ്ങളിലും കാണാൻ പറ്റും. ദൈവത്തിൽ ആശ്രയിക്കുക, കർത്താവിൽ ആശ്രയിക്കുക, എന്നിങ്ങനെ ഒത്തിരി ഇടങ്ങളിൽ ഈ ഒരു വചനഭാഗം നമുക്ക് കാണാൻ പറ്റും, അല്ലേ? ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങിപ്പോകത്തില്ല, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ നശിച്ചു പോകുകയില്ല എന്നിങ്ങനെ പല ഇടങ്ങളിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു വാക്കാണ്. എന്നാൽ എന്താണ് ദൈവത്തിൽ ആശ്രയിക്കുക എന്നവിടെ കൊടുത്തിരിക്കുന്നത്? അപ്പോൾ അവിടെ പറയുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ കാല് കുടുങ്ങിപ്പോകുവാൻ ദൈവം സമ്മതിക്കുന്നില്ല എന്നാണ് വചനത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു വിശ്വാസി കർത്താവിൽ ആശ്രയിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവാശ്രയത്തിലേക്ക് വരുമ്പോൾ ഇവിടെ എന്താണ് അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? എന്താണ് ദൈവത്തിലുള്ള ആശ്രയം? നിങ്ങളിപ്പം ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ആശ്രയം, വിശ്വാസം, പ്രത്യാശ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തെ ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു,
ദൈവത്തെ ഞാൻ എന്താ പറയുന്നത് വിശ്വസിക്കുന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ പദങ്ങളെ പറ്റി കൂടുതൽ വ്യാഖ്യാനിക്കാം. എന്നാൽ അതിന്റെ യഥാർത്ഥ അർത്ഥം ഒരു വ്യക്തി ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു പദം എന്തുവാ? ദൈവത്തിൽ ആശ്രയിക്കുക. ആശ്രയിക്കുക എന്ന് പറയുന്ന അർത്ഥം എന്തുവാ? ഒറ്റ വാക്കി പറയാൻ പറ്റുമോ? ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കുക, അഭയം പ്രാപിക്കുക. പൂർണ്ണമായിട്ട് ദൈവത്തിൽ സമർപ്പിക്കുക, പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുക. സറണ്ടർ ആവും. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യത്തിന് മറ്റൊരാളെ ഏൽപ്പിക്കുക എന്നാണ് നമ്മൾ ആശ്രയിക്കുക. ഇത് പറയുന്നത് ദൈവത്തെ ആശ്രയിച്ച് നമ്മൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം ദൈവത്തെ ആശ്രയിക്കുക. ഒറ്റ വാക്കാണ് ഉത്തരം. ഒറ്റ വാക്കിലാണ് ഉത്തരം. ശരണം പ്രാപിക്കുക. കാര്യം പരമേൽപ്പിക്കുക. കാര്യം പരമേൽപ്പിക്കുക. എല്ലാ ആവശ്യങ്ങളും ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കുക. സകലതും കഴിയും. യഹോവയിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹോവയിൽ മാത്രം അല്ലെങ്കിൽ ദൈവത്തിൽ ഒരൊറ്റ ഫോക്കസ് ആണ് പറയുന്നത്. നിങ്ങൾ പറയത്തില്ല ഞാൻ എൻ്റെ ശമ്പളത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഭർത്താവിന് മാത്രമാണ് ജോലിയെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ശമ്പളത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇനി ഭാര്യയ്ക്ക് മാത്രമാണ് ജോലിയെങ്കിൽ ഭർത്താവ് പറയും ഞാൻ എൻ്റെ ഭാര്യയുടെ ശമ്പളത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു കാര്യത്തെ നിങ്ങൾ പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്യുന്നതിനെ, ആ ഒറ്റ കാര്യത്തിൽ മാത്രം നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുന്നതിനെ ആശ്രയമെന്ന് നമ്മൾ പറയും. അപ്പൊ യഹോവ എൻ്റെ ആശ്രയമായിരിക്കുമ്പോൾ എൻ്റെ കാല് കുടുങ്ങാതെ വണ്ണം കാക്കും. അപ്പൊ യഹോവ ആശ്രയമായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യഹോവയിൽ ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നു, യഹോവയിൽ തന്നെ ഞാൻ ഫോക്കസ് ചെയ്യുന്നു. ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മറ്റൊരു വചനഭാഗത്തിലൂടെ നമുക്കൊന്ന് വരാം. മത്തായിയുടെ സുവിശേഷം 14 അധ്യായത്തിന്റെ 24 മുതൽ ഇങ്ങനെ പറഞ്ഞേക്കുന്ന നിങ്ങളെ വാക്ക് കണ്ടോ? 23 മുതൽ നമുക്ക് വായിക്കാം. അവൻ യേശുക്രിസ്തു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റു പ്രതികൂലമായിരിക്കാൽ തിരകളാൽ വലഞ്ഞു. രാത്രിയുടെ 4-ാം യാമത്തിൽ യേശുക്രിസ്തു കടലിന്മേൽ നടന്നു വരുന്നത് അവരുടെ അടുക്കിലേക്ക് വന്നു. അവർ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അതൊരു ഭൂതമെന്ന് അവർ പറഞ്ഞു നിലവിളിച്ചു. യേശു അവരോട് ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്റെ മീതെ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. യേശു വരിക എന്ന് പറഞ്ഞു. പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്റെ മീതെ നടന്നു. പണ്ടൊരിക്കൽ നമ്മൾ ഈ ഒരു വചനത്തെ ധ്യാനിച്ചിട്ടുള്ളതാണ്. പത്രോസ് ലീഹായോട് യേശു ക്രിസ്തു പറഞ്ഞു വരിക എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പത്രോസ് ലീഹ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, അങ്ങ് യേശു ക്രിസ്തു ഭൂതമല്ല, ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വെള്ളത്തിന്റെ മീതെ നടന്നു വരുന്നത് പിശാചല്ല, അല്ലെങ്കിൽ ഭൂതമല്ല, ഇത് ജീവനുള്ള കർത്താവായ യേശുക്രിസ്തുവാണ് എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കേണ്ടതിന് കർത്താവെ ഞാനും വെള്ളത്തിന്റെ മീതെ നിൽക്കേണ്ടതിന് കൽപ്പിക്കുക. അപ്പൊ എന്താ അതിന്റെ അർത്ഥം എന്നറിയാവോ? ഭൂതമാണെങ്കിൽ അവരെ വെള്ളത്തിൽ മുക്കും, യേശുവാണെങ്കിൽ അവരെ വെള്ളത്തിന്റെ മീതെ നിർത്തും. ഇതവർക്കറിയാം. അതുകൊണ്ട് പത്രോസ് ലീഹ പറഞ്ഞു, കർത്താവായ യേശുവേ, അങ്ങാണ് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ എന്നോട് എന്ത് ചെയ്യണം? കർത്താവ് വെള്ളത്തിന്റെ മീതെ എൻ്റെ അടുക്കിലേക്ക് വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു വരിക എന്ന് പറഞ്ഞു. പത്രോസ് ലീഹ പടകിൽ നിന്ന് ഇറങ്ങി യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ വെള്ളത്തിന്റെ മീതെ നടന്നു. നോക്കിക്കേ, വെള്ളത്തിന്റെ മീതെ പത്രോസ് ലീഹ നടന്നു. ഞാൻ ചോദിച്ചോട്ടെ, പത്രോസ് ലീഹ വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ ആ വെള്ളത്തിന്റെ മീതെ പത്രോസ് ലീഹായിനെ നിർത്തിയത് എന്തായിരിക്കും? പറയാൻ പറ്റുമോ? പണ്ട് വചനം കേട്ട ആരെങ്കിലും ഉണ്ടോ? പത്രോസ് ലീഹായിനെ ആ വെള്ളത്തിന്റെ മീതെ നിർത്തിയത് എന്തുമായിരിക്കും? അല്ല, പത്രോസ് ലീഹ വെള്ളത്തിന്റെ മീതെ നിന്നത് വെള്ളത്തെയും പത്രോസ് ലീഹായുടെ കാലിലെയും മുങ്ങിപ്പോകാതെ വണ്ണം
ഒരു തട അവിടെ വെളിപ്പെട്ടു. അതായത് പത്രോസ്ലീഹ ചവിട്ടുമ്പോൾ സാധാരണഗതി നമുക്കറിയാം വെള്ളത്തിനൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കട്ടി കുറവാ അല്ലേ? ആ അതിനൊരു കട്ടി കുറവായതുകൊണ്ട് നമ്മൾ വെള്ളത്തിന്റെ മേൽ കൈയിടുവോ കാല് വെക്കുകയോ ചെയ്താൽ അത് താന്നു പോകും. അതിന്റെ മീതെ നിൽക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു വേണം. വെള്ളത്തിൽ മുങ്ങി പോകാതിരിക്കാൻ തക്കതായിട്ട് ഒരു വസ്തുവാണ്. നിങ്ങളിപ്പോൾ ഒരു ഇരുമ്പ് എടുത്തിട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൽ താന്നു പോകും. അത് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു വസ്തുക്കൾ എന്നെ മുകളിലിട്ടാൽ വെള്ളത്തിൽ താന്നു പോകും. അവിടെ ഒന്നെങ്കിൽ എന്ത് വേണം, അതിനെ വെള്ളത്തെ മുക്കി അതായത് നിൽക്കുന്ന ഒരാളെ വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ നിർത്തുന്ന ഒരു ഘടകം വേണം. ആ ഒരു ഘടകമാണ് വരിക എന്ന് യേശു പറഞ്ഞു. വരിക എന്ന് യേശു പറഞ്ഞു. നിങ്ങൾ നോക്കിയേ, പത്രോസ്ലീഹ ചോദിച്ച ചോദ്യം ഇതാണ്: കർത്താവേ, ഞാൻ വെള്ളത്തിന്റെ മീതെ നിന്റെ അടുക്കിലേക്ക് വരേണ്ടതിന് നീ കൽപ്പിക്കണം എന്ന് പറഞ്ഞു. പത്രോസ്ലീഹ ചോദ്യം ഇതാണ്: എനിക്ക് അങ്ങോട്ട് വരണമെങ്കിൽ എനിക്ക് വെള്ളം എന്നെ മുക്കാതിരിക്കുവാൻ വെള്ളത്തിനും എൻ്റെ കാലിന്റെയും നടുവിൽ എന്നെ മുക്കാതിരിക്കുന്ന ദൈവത്തിന്റെ ഒരു വാക്ക് അവിടെ ആവശ്യമാണ്, ഒരു വചനം ആവശ്യമാണ്. അതുകൊണ്ട് യേശുവിനോട് പറയുകയാണ്: കർത്താവേ, നീ വെള്ളത്തിന്റെ മീതെ ഞാൻ എൻ്റെ അടുക്കലേക്ക് വരേണ്ടതിന് ഒന്ന് കൽപ്പിക്കുക എന്ന് പറഞ്ഞു. യേശു ഉടനെ എന്ത് ചെയ്തു? വരിക എന്ന്. നിങ്ങൾ ആ വാക്ക് കണ്ടോ? അത് ഹൈലൈറ്റ് ചെയ്ത് എഴുതിയേക്കുന്നുണ്ടോ ബൈബിളിൽ? ഇങ്ങ് പോ പത്രോസേ, ഇന്ന് വാ പത്രോസേ നല്ല പറഞ്ഞു. വരിക എന്ന് പറഞ്ഞു. ആ ഒറ്റ വാക്കാണ് പത്രോസ്ലീഹായിനെ നിർത്തിയിരിക്കുന്നത്. പത്രോസ്ലീഹായിനെ നിർത്തിയിരിക്കുന്ന വാക്ക് യേശുവിന്റെ വാക്കാണ്, യേശുവിന്റെ വചനമാണ്. വരിക എന്ന് പറഞ്ഞു. പത്രോസ്ലീഹ പടകിൽ നിന്ന് ഇറങ്ങി, കണ്ടോ, പടകിൽ നിന്നിറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്റെ മീതെ നടന്നു. അതായത് പത്രോസ്ലീഹായിനെ താങ്ങി നിർത്തുന്ന ഒരു വചനം അവിടെയുണ്ട്. വരിക എന്ന് പറയുന്ന ഒരു വചനമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നോക്കിക്കോണേ, 30-ാമത്തെ വാക്യത്തിൽ എന്നാൽ, നോക്കി ആ വാക്ക് കണ്ടോ, എന്നാൽ എന്നൊരു പദം കണ്ടോ. എന്നാൽ പത്രോസ്ലീഹ കാറ്റ് കണ്ടു പേടിച്ചു മുങ്ങിത്തുടങ്ങിയാൽ. അപ്പൊ എന്താ അവിടെ സംഭവിച്ചത്? കാറ്റ് കണ്ടു പേടിച്ചു മുങ്ങിത്തുടങ്ങി. അതുകൊണ്ടാണ് നമ്മൾ സദൃശവാക്യത്തിൽ ആദ്യം കേട്ട വാക്ക് കണ്ടോ, യഹോവ നിങ്ങളുടെ ആശ്രയമായിരിക്കും. നോക്കിക്കേ, അപ്പൊ യഹോവ ആശ്രയമായിരിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം യഹോവയാണ് നിങ്ങളുടെ ആശ്രയമെങ്കിൽ വേറൊന്നിന്റെ പുറകെ പോകരുത്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, യഹോവയാണ് എൻ്റെ ആശ്രയമെങ്കിൽ വേറൊന്നിനെ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല എന്ന് പറ. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പത്രോസ്ലീഹായ്ക്ക് സംഭവിച്ചതുപോലെയാണ്. പത്രോസ്ലീഹായ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. താൻ ഇന്നലെ വരെ വെള്ളത്തിൽ ചാടിക്കളിച്ച് ജീവിച്ച മനുഷ്യനാണ്, മീൻ പിടിച്ച് പരിചയമുള്ള മനുഷ്യനാണ്. പക്ഷെ ജീവിതത്തിൽ ഇന്ന് വരെ നടക്കാത്തൊരു കാര്യം സംഭവിച്ചു. താൻ വെള്ളത്തിന്റെ മീതെ നിൽക്കുന്നു. എങ്ങനെ നിൽക്കുന്നു? യേശു പറഞ്ഞ ഒരു വാക്ക്, യേശു പറഞ്ഞ ഒരു കൽപ്പന, യേശുവിന്റെ വായിൽ നിന്ന് വന്ന ഒരു വാക്കേലാണ് പത്രോസ്ലീഹ നിൽക്കുന്നത്. അപ്പൊ ഒന്ന് ഓർത്തോണേ, പത്രോസ്ലീഹായിനെ നിർത്തിയത് യേശു പറഞ്ഞ വാക്കാണ്, അല്ലെങ്കിൽ ആ വചനമാണ്. അവിടെ എന്താ സംഭവിച്ചെന്നറിയാവോ? പെട്ടെന്ന് എന്ത് സംഭവിച്ചു? നിങ്ങൾ ആ വാക്ക് കണ്ടോ? ആ വാക്ക് നോക്കിയേ. എന്നാൽ കാറ്റ് കണ്ടു പേടിച്ചു. ഞാൻ എപ്പോഴും പറയും, ഈ വിശ്വാസികൾ ഒത്തിരി ചിന്തിക്കാൻ പോകുന്നത് വലിയ കുഴപ്പമാണ്. ഇവിടെ നിങ്ങൾ കാറ്റ് പെട്ടെന്ന് വന്നതല്ല. ഇവിടെ 24-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പടകോ കരവിട്ട് പല നാഴിക ദൂരത്ത് പോയി. കാറ്റ് പ്രതികൂലമായതുകൊണ്ട് തിരകളാൽ വലഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ അവിടെ ഓൾറെഡി കാറ്റും കോളും പ്രതികൂലങ്ങളും തിരമാലകളും എല്ലാം ഉണ്ട്. അതായത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല. അവിടെ കാറ്റടിക്കുന്നുണ്ട്, പടകിളകുന്നുണ്ട്, വലിയ പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. എങ്കിലും ഇതിന്റെ നടുവിലാണ് പത്രോസ്ലീഹ വരിക എന്ന് പറഞ്ഞ വാക്കയിലേക്ക് നിന്നത്. നോക്കിക്കേ, പെട്ടെന്ന് പത്രോസിലേക്ക് എന്ത് സംഭവിച്ചു? എന്നാൽ കാറ്റ് കണ്ടു പേടിച്ചു. അപ്പൊ ഇത്രയും നേരം യേശുവിനെ കണ്ട് ധൈര്യപ്പെട്ടയാള് പെട്ടെന്ന് എന്ത് ചെയ്തു? കാറ്റ് കണ്ടു പേടിച്ചു. ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒത്തിരി ചിന്തിക്കാൻ പോകുന്നത് വലിയൊരു പ്രശ്നം. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ഒത്തിരി ചിന്തിക്കാൻ പോകുന്നത് പ്രശ്നമാണെന്ന് പറ.
ഒത്തിരി ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി ചിന്തിക്കുന്നവർ അല്ലെ. ഈ ചില ആൾക്കാര് പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചിട്ട്, ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഞാൻ വലിയൊരു പ്രശ്നത്തിന്റെ അകത്താണ് നിൽക്കുന്നത്, ബ്രദർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ അവർക്ക് വേണ്ടി ദൈവം എന്തെങ്കിലും ഒരു ആലോചന തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പറയാനുണ്ടെങ്കിൽ ഞാൻ പറയും, ഇല്ല എങ്കിൽ സിസ്റ്ററെ കർത്താവ് ദൈവപ്രവൃത്തി നടക്കും. ഇനി ദൈവം ഒന്നും പറയുന്നില്ല, എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഒരു സമയം വെച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഇനി കേട്ടെ, അപ്പോൾ അല്ലെങ്കിൽ ഒരു വചനം തന്ന് നിങ്ങളെ ബലപ്പെടുത്തും. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് നിങ്ങൾ ഒരു ചോദ്യം, ബ്രദറെ കാര്യങ്ങളൊക്കെ ശരിയാവുമായിരിക്കും അല്ലേ? അതിന്റെ കാര്യം എന്നറിയാവോ, നമുക്ക് ചിന്ത ഭയങ്കര ഷാർപ്പാണ്. നിങ്ങൾ ഒത്തിരി നിങ്ങളുടെ ചിന്ത വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നിങ്ങൾ കർത്താവ് പലപ്പോഴും നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുവിനെന്ന് പലയിടങ്ങളിലും കർത്താവ് പറയുന്നുണ്ട്. ശിശുക്കളെ പോലെ ആകുവിൻ, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുവിൻ. അപ്പൊ നമ്മൾ ഓർക്കുന്നത് ശിശുക്കളെ പോലെ ആകാന്ന് പറഞ്ഞാൽ അവരെ പോലെ പെട്ടെന്ന് ആൾക്കാർ ചിലരിങ്ങനെ പറയാറുണ്ട്, ശിശുക്കൾ നിലവിളിക്കുന്നത് പോലെ നമുക്ക് നിലവിളിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ശിശുക്കളുടെ പ്രത്യേകം നിഷ്കളങ്കമാണ് അവർ നിഷ്കളങ്കമാണ്. അവരോട് നമ്മൾ എന്ത് കൊടുത്താലും അവർ വിശ്വസിക്കും. നിങ്ങളിപ്പോൾ അവരുടെ കൊടുത്തിട്ടൊരു വെള്ളം കൊടുത്തിട്ട് പറഞ്ഞിട്ടാൽ, അതായത് ഒരു കുഞ്ഞിന്റെ കാര്യം ഞാൻ പറഞ്ഞു, കുഞ്ഞിന്റെ കൊടുത്തിട്ട് പറയും നിങ്ങൾ എന്തു പറയുന്നു അത് അവർ വിശ്വസിക്കും. അവരത് മറ്റൊരാളോട് പറയും അല്ലേ. അപ്പൊ കുഞ്ഞുങ്ങളെ ഇപ്പം പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്, ഈ കുഞ്ഞുങ്ങളുടെ നമ്മൾ ഈ ചില ആൾക്കാർ പണ്ടൊക്കെ ഒത്തിരി വിഷയം ഉണ്ടായത്, ഈ പിള്ളേർക്ക് ഈ ഗുളിക കൊടുക്കുന്ന സമയത്ത് ഇത് മൊട്ടായി എന്ന് പറഞ്ഞ ആൾക്കാർ കൊടുക്കുമായിരുന്നു. അപ്പം അങ്ങനെ കൊടുത്ത് ഒത്തിരി പേർക്ക് എന്തായിട്ടുണ്ട്, ഒത്തിരി കുഞ്ഞുങ്ങൾ ഈ ഗുളിക കണ്ടു കഴിയുമ്പോഴേക്ക് ഇത് മൊട്ടായി എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് തിന്ന് ഒത്തിരി ആൾക്കാർക്ക് മരണം സംഭവിച്ച കാര്യം ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വൈഫ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ചില പിള്ളേർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ നമ്മളപ്പം ഞാനിങ്ങനെ കുഞ്ഞിന് പിന്നെ ഗുളിക കാണിച്ചപ്പോഴേക്ക് ഇത് മൊട്ടായി എന്ന് പറഞ്ഞപ്പോഴോട് പറഞ്ഞു ഇതും അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ഒത്തിരി പേരങ്ങനെ പറഞ്ഞ് മടിച്ചു. അപ്പോൾ പിള്ളേർക്ക് എന്ത് പറഞ്ഞാൽ അവർ വിശ്വസിക്കും. അവർക്ക് എന്ത് കൊടുക്കുന്നോ അവരത് വിശ്വസിക്കും. അവർ ചിന്തിക്കുന്നില്ല, അവരതിനെപ്പറ്റി ആഴമായിട്ടത് എന്തോ സംഭവം ഉണ്ടല്ലോ, ഒരു ഗുളിക കാണിച്ചിട്ട് എന്തുകൊണ്ടാണ് എന്നോടിത് മൊട്ടായി എന്ന് പറയാൻ കാരണം, അവരങ്ങനെ ചിന്തിക്കത്തില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കും. നിങ്ങളിലോട്ടൊരു ഗുളിക എടുത്തിട്ട് പറയും ഇത് ഗുളിക അല്ല കേട്ടോ, ഇത് ഭയങ്കര മൊട്ടായി എന്ന് പറഞ്ഞത് അമേരിക്കയിൽ നിന്നുണ്ടെന്ന് മൊട്ടായി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ അമേരിക്കയിലെ മൊട്ടായി എങ്ങനെ ഇരിക്കുന്നത്, നമ്മൾ 100,000 കാര്യങ്ങളിലേക്ക് ഇത് ചിന്തിക്കും. ഇവിടെ എന്താ സംഭവിച്ചത്? യഹോവ എൻ്റെ ആശ്രയമായിരിക്കുമ്പോൾ, അടുത്ത വാക്യം നിങ്ങളൊക്കെ സദൃശവാക്യത്തിലെ വാക്യം പറയുന്നു, അവൻ എൻ്റെ കാൽ കുടുങ്ങാതെ വണ്ണം കാക്കും. യഹോവയിൽ ആശ്രയിക്കുമ്പോൾ, അല്ലെങ്കിൽ യഹോവ എൻ്റെ ആശ്രയമായിരിക്കുമ്പോൾ എൻ്റെ കാല് കുടുങ്ങാതെ വണ്ണം, എൻ്റെ അർത്ഥം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് എൻ്റെ സകല അനർത്ഥത്തിൽ നിന്നും എന്നെ വിടുവിക്കും, എന്നെ തകർക്കത്തില്ല, എന്നെ ദൈവം കാക്കും. അപ്പൊ ആശ്രയിക്കാന്ന് പറഞ്ഞാൽ എന്താണോ നിങ്ങൾ ദൈവത്തിൽ നിന്ന് കേട്ടത്, എന്താണോ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്, അതാണ് നിങ്ങളുടെ ആശ്രയം. വേറെ ഒന്നിനെയും നിങ്ങൾ വിശ്വസിക്കരുത്, വേറെ ഒന്നിൻ്റെ പുറകെ പോകരുത്. അങ്ങനെ പോയാൽ ഇവിടെ നോക്കിക്കേ, അവിടെ എന്താ സംഭവിച്ചത്? അവൻ കാറ്റു കണ്ടു പേടിച്ചു മുങ്ങിപ്പോയി. ഇതാണ് പല വിശ്വാസികളും മുങ്ങിപ്പോകാൻ കാരണം. ദൈവമല്ല, പിശാചല്ല, പകരം അവർ ദൈവാശ്രയത്തിൽ നിന്നും അവർ കാണുന്നതും കേൾക്കുന്നതിലേക്ക് അവർ തിരിയുന്നു. ആമേൻ. ഇവിടെ നോക്കിക്കേ, നിങ്ങൾ ഈ ആദ്യ കാലഘട്ടത്തിലെ ഉണർവുകൾ, സുവിശേഷത്തിൻ്റെ ഉണർവുകൾ, നിങ്ങളതിനെ പഠിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥനയൊക്കെ ഒരു ഫോർമാലിറ്റിയാണ്. കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ ഓരോ പ്രാർത്ഥനയെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞ സമയത്ത് എല്ലാം ആദ്യ കാലഘട്ടത്തിലെ ആൾക്കാർ വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയൊക്കെ വായിക്കുമ്പോൾ നോക്കിയാൽ മതി, അവിടെ പ്രാർത്ഥനയെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന നമുക്ക് കാണാൻ പറ്റും അപ്പോസ്തലന്മാർ. എന്തിനാണെന്നറിയോ? അവർ പ്രാർത്ഥനകളെയും വചനധ്യാനങ്ങളെയും നിങ്ങൾ തമ്മിൽ പ്രബോധിപ്പിക്കണം. സങ്കീർത്തനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പാടി നിങ്ങൾ ദൈവത്തിൽ മഹത്വപ്പെടുത്തണം എന്നൊക്കെ പറയാൻ കാരണം അവരുടെ ഉള്ളത്തിലേക്ക്, അവരുടെ മനസ്സിലേക്ക്, ദൈവത്തിലേക്ക് അവരുടെ ശ്രദ്ധയെ തിരിക്കുക. കാര്യം അവരുടെ മുമ്പിൽ വലിയ ചോദ്യങ്ങളാണ് നിൽക്കുന്നത്. അതിന് ഉത്തരം കൊടുക്കാൻ അപ്പോസ്തലന്മാർക്ക് കഴിയത്തില്ല. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. നമ്മൾ ഇന്നാളൊക്കെ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ്, കന്യകയായ മാതാവിന്റെ അടുക്കിലേക്ക് ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞപ്പോഴേക്ക് നമുക്കറിയാം, സാഹചര്യം അറിയാം. അവിടെ ചോദിച്ച ചോദ്യം ഇതാണ്, പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും? അപ്പൊ മനുഷ്യന്റെ ഒരു ചോദ്യം ഇതാണ്, നിങ്ങളോടും വന്ന് പറയും, നിങ്ങളും ചോദിക്കും. അപ്പം ദൂതൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇതെങ്ങനെയാണ് പുരുഷനില്ലാതെ ഒരു സ്ത്രീക്ക് ഗർഭം ധരിക്കാൻ കഴിയുന്നത് എങ്ങനെയാന്നുള്ള കാര്യങ്ങളെപ്പറ്റി ദൂതൻ അറിയാം.
പക്ഷെ ദൂതൻ ഒരു മനുഷ്യനോട് അത് പറഞ്ഞ് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഇപ്പൊ പോയിട്ട് ഒരു മൃഗത്തോട് എങ്ങനെയാണ് നമുക്കൊരു നല്ലൊരു മീൻകറി വെക്കുന്നതെന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എത്ര ക്ലാസ് എടുത്താലും അതിന് മനസ്സിലാകത്തില്ല. നിങ്ങൾ കാളയോടോ ആടിനോടോ പോത്തിനോടോ പറഞ്ഞു നോക്കിക്ക്, അവർക്കതൊന്നും അവർ തലയ്ക്കകത്തോട്ട് കയറത്തില്ല. കാരണം അവരുടെ ബുദ്ധിക്കകത്തോട്ട് അതിനെ സ്വീകരിക്കുവാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പൊ മനുഷ്യന്റെ ഹൃദയത്തിൽ, മനുഷ്യന്റെ ബുദ്ധിക്കകത്തോട്ട് ദൈവത്തിന്റെ വാക്കുകളെയും വചനങ്ങളെയും അത് പിടിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് വചനം എൻ്റെ ആത്മാവിന്റെ ആഹാരം എന്ന് പറയാൻ കാരണം. വചനം എൻ്റെ ആത്മാവിന്റെ ആഹാരമാണ്. കാര്യം എൻ്റെ ബുദ്ധിയെ എൻ്റെ ആത്മാവാണ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ കർത്താവിന്റെ വാക്ക് കേൾക്കുന്നവരാണെങ്കിൽ മനുഷ്യന്റെ വാക്കിലോട്ടോ നിങ്ങളെ മുക്കാൻ സാധ്യതയുള്ള ചിന്തകളിലേക്കോ വ്യക്തികളിലേക്കോ വസ്തുക്കളിലേക്കോ വിവരങ്ങളിലേക്കോ നിങ്ങൾ ശ്രദ്ധ തിരിക്കരുത്. നിങ്ങൾ മുങ്ങും. ഉദാഹരണം ഞാൻ പറയാം. ഇനി പോട്ടെ, ഇത്രയും കേട്ടതിൽ നിന്ന് അകത്തു നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? എന്തായിരിക്കും നിങ്ങളെ ശ്രദ്ധ തിരിക്കാൻ സാധ്യതയുള്ളത്? എന്നിട്ട് ഞാൻ ബാക്കി പറയാം. എന്തായിരിക്കും നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ, നിങ്ങളെ മുക്കാൻ സാധ്യതയുള്ള എന്തുമായിരിക്കും? ഒന്ന് പറഞ്ഞേ. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഞാൻ പറഞ്ഞു പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ഇനി മ്യൂട്ട് ചെയ്ത് എല്ലാവരും മ്യൂട്ട് ചെയ്ത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. പത്രോസ്ലീഹ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഇപ്പോഴും അറിയാം. നിങ്ങളിപ്പോൾ ഒരു ബക്കറ്റിൽ ഒരു വെള്ളം എടുത്തിട്ട് ആ ബക്കറ്റിലെ വെള്ളത്തിൽ കയറി നിൽക്കാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും, ബ്രദർ എന്തുവായി പറയുന്നത്? ബക്കറ്റ് മറിച്ചിട്ടിട്ട് കയറി നിൽക്കാനാണോ ബ്രദർ പറയുന്നത് എന്നോട് എടുത്തു ചോദിക്കും അല്ലേ? അതിന്റെ കാര്യം എന്തുവാ? ഒരു ബക്കറ്റിൽ ഒഴിച്ചു വെക്കുന്ന വെള്ളത്തിൽ പോലും നമുക്ക് കാല് ചവിട്ടി നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ പത്രോസ്ലീഹ ഇളകി മറിയുന്ന, കാറ്റ് പ്രതികൂലമാകുന്ന, കൊടുങ്കാറ്റടിക്കുന്ന, തിരമാലയുള്ള ആ വെള്ളത്തിന്റെ മീതെ ഒരു മനുഷ്യൻ നിലത്ത് ചവിട്ടി നിൽക്കുന്നത് പോലെ പത്രോസ്ലീഹ നിന്നത്. എങ്ങനെയാ നിന്നത് പത്രോസ്ലീഹ? ഒന്ന് പറഞ്ഞ്. ഏതിലാ നിന്നത് പത്രോസ്ലീഹ? ആ വരിക എന്ന യേശുവിന്റെ വചനത്തിന്റെ മീതെ കയറിയാണ് പത്രോസ്ലീഹ നിൽക്കുന്നത്. ഇതാണ് ദൈവാശ്രയം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം പത്രോസ്ലീഹായിനെ മുക്കിയത്, പത്രോസ്ലീഹ നിന്നത് വചനത്തിലാണെങ്കിൽ പത്രോസ്ലീഹായിനെ മുക്കിയത് എന്തുവായിരിക്കും? ഒന്ന് പറ. ഒറ്റ ഉത്തരം, ഒറ്റ വാക്കിൽ ഉത്തരം. ഞാൻ പറഞ്ഞു തരാം. പത്രോസ്ലീഹ നിന്നത് യേശു പറഞ്ഞ വരിക എന്ന വചനത്തിലാണെങ്കിൽ പത്രോസ്ലീഹായിനെ മുക്കിയത് വചനത്തിന് വിരോധമായ കാര്യത്തിലോട്ട് പോയപ്പോഴാണ്. ഇത്രയേ ഉള്ളൂ. പത്രോസ്ലീഹാനെ നിർത്തിയത് യേശു വരിക എന്ന് പറഞ്ഞ വചനത്തിലുള്ള ആശ്രയത്തിലാണെങ്കിൽ പത്രോസ്ലീഹാനെ മുക്കിയത് വചനത്തിന് വിരുദ്ധമായതിലേക്ക് ശ്രദ്ധ തിരിച്ചപ്പോഴാണ്. നിങ്ങളെ ഞാൻ പറയാം, ഇനി നിങ്ങളെ മാനുഷികമായിട്ട് പറയാം. യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, ഡോക്ടർ പറഞ്ഞു, മെഡിക്കൽ റിപ്പോർട്ട് പറഞ്ഞു, ഈ രോഗം ജന്മത്തിൽ മാറത്തില്ല, ജീവിതത്തിൽ മാറത്തില്ല, നിങ്ങൾ ഈ രോഗത്താൽ മരിച്ചു പോകുമെന്ന് പറയുമ്പോൾ അത് നിങ്ങളെ മരണത്തിലേക്ക് മുക്കുന്നതാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ റിപ്പോർട്ടിൽ ആശ്രയിക്കാൻ, ഞാൻ മരിക്കും രോഗിയായി, അല്ലെങ്കിൽ ഇല്ല. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. അപ്പൊ ഇതിലേതെങ്കിലും ഒന്നിലേ ആശ്രയിക്കാൻ പറ്റത്തുള്ളൂ. യഹോവയിൽ ആശ്രയിക്കുന്നുവെങ്കിൽ എൻ്റെ കാല് കുടുങ്ങാതെ വണ്ണം കർത്താവ് എന്നെ കാക്കും. അപ്പൊ എനിക്ക് ദൈവമുണ്ട്. ഇവിടെ നോക്കിയേ, പത്രോസ്ലീഹ മുങ്ങാതിരിക്കാൻ കാരണം വരിക എന്ന് പറയുന്ന യേശു അവിടെ പറയുക. പത്രോസ്ലീഹ പറയാം, കർത്താവേ, നിങ്ങൾ ആ വാക്ക് നോക്കിയേ, പത്രോസ്ലീഹ പറയുകയാണ്, കർത്താവ് അങ്ങ് ആണെങ്കിൽ, നോക്കിക്കേ, പത്രോസ്ലീഹ പറയാം, കർത്താവേ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്റെ മീതെ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. പത്രോസ്ലീഹ അറിയാം, യേശു പറഞ്ഞാൽ അങ്ങനെ നടക്കും. യേശു ഒന്നും മിണ്ടുന്നില്ല. യേശു ഒന്നും മിണ്ടാതിരിക്കുമെന്ന് വിചാരിച്ചു. ആ കടലിന്റെ മീതെ ഇവരോടൊന്നും മിണ്ടുന്നില്ല എങ്കിൽ പത്രോസ്ലീഹ വെള്ളത്തിലോട്ട് ഇറങ്ങിയ മുങ്ങുവോ നിൽക്കുവോ? പറ. യേശു ഒന്നും മിണ്ടുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് അവിടെ വചനമില്ലാത്തത് കൊണ്ട് മുങ്ങും.
യേശു നിന്നുകൊണ്ട് കാര്യമില്ല. യേശുവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനമാണ് പത്രോസ്ലീഹാനെ നിർത്തുന്നത്. കാര്യം യേശു അവിടെ നിൽക്കുക. പത്രോസ്ലീഹ പറയും, യേശുവേ ഞാൻ അങ്ങോട്ട് ചാടുവാന്ന് പറഞ്ഞ് ചാടിയാൽ യേശു പറയാതെയാണ് ചാടിയതെങ്കിൽ മുങ്ങും. പക്ഷെ വചനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യേശു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുങ്ങത്തില്ല, നിൽക്കുവോടെ. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് ശ്രദ്ധ മാറിപ്പോവും. നിങ്ങളെപ്പോഴും ഓർത്തോണേ, ഞാൻ നിങ്ങളോട് എപ്പോഴും ഞാൻ ഈ പണ്ടൊരു പ്രാർത്ഥനയ്ക്ക് ഞാനും എൻ്റെ കൂടെ വേറൊരു ബ്രദറും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ അറിയാവുന്ന ഒരു അപ്പച്ചൻ്റെ അടുക്കലേക്ക് ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയി. അപ്പച്ചൻ്റെ വീട്ടിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയി. എനിക്ക് വളരെ സ്നേഹിക്കുന്ന ഒരു അപ്പച്ചനാണ്. അപ്പോൾ അപ്പച്ചൻ്റെ വീട്ടിൽ ചെന്നപ്പോഴേക്ക് അപ്പച്ചൻ എന്നെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്താണ്, അദ്ദേഹം ഒരു ബ്രദറാണ്. അപ്പോൾ അപ്പച്ചൻ വിശേഷമൊക്കെ തിരക്കി കുറേ കാലം കൂടി കാണുന്നതാണ്. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, എൻ്റെ ബ്രദറെ, എൻ്റെ കാലിന് ഭയങ്കര വേദനയാണ്. 80 വയസ്സുണ്ട് അപ്പച്ചന്. നല്ല ആക്റ്റീവ് അപ്പച്ചൻ. നമ്മൾ എൻ്റെ ഒരു ഭാഷ പറഞ്ഞ 100, 110 നിൽക്കും അപ്പച്ചൻ. ചാടി ഭയങ്കര ആക്റ്റീവ് ആള്. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു കാലിന് ഭയങ്കര വേദനയായിരുന്നു ബ്രദർ. അപ്പം എൻ്റെ കൂടെയുള്ള ബ്രദറിനോട് ഞാൻ പറഞ്ഞു, സഹോദരൻ എന്നാൽ ഒന്ന് അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹത്തിന് വേണ്ടി അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം അദ്ദേഹം ചോദിച്ചു, അപ്പച്ച എങ്ങനെയുണ്ട് കാലിന് വേദന? അപ്പച്ചൻ പറഞ്ഞു, എനിക്കിപ്പോൾ കുഴപ്പമില്ല ബ്രദറെ, എനിക്ക് ആ വേദന മാറിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം മുമ്പോട്ട് പോയ സമയത്ത് അപ്പച്ചൻ പറഞ്ഞു, എന്നോട് പറഞ്ഞു, ബ്രദറെ എനിക്ക് വേദന മാറിയില്ല, എനിക്ക് വേദന അവിടെ നിന്ന് മാറിയില്ല, എന്നോട് പറഞ്ഞു വേദന മാറിയില്ല, പിന്നെ അവർക്ക് എന്തെങ്കിലും തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സൗഖ്യമായെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല അപ്പച്ച, നമ്മളൊന്നും അല്ല സൗഖ്യം ചെയ്യുന്നത്. അപ്പച്ചൻ ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയോ ഞങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയാന്ന് വിചാരിച്ചോ അപ്പച്ചൻ എന്ത് ചെയ്യണ്ട, അപ്പച്ചൻ സൗഖ്യമായെന്ന് നുണ പറയണ്ട. അതായത് അപ്പച്ചനൊരു വിഷമം നുണ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു അപ്പച്ചനൊരു മോശം കാര്യം. പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിട്ട് ബ്രദർമാർ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു മാറ്റം നടന്നില്ലെങ്കിൽ എന്തൊരു നാണക്കേടാന്ന് വിചാരിച്ചു അപ്പച്ചനെ. ഞാൻ പറഞ്ഞു, അപ്പച്ച ഒരു കുഴപ്പമില്ല. ഞങ്ങൾ അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിച്ചത് ഞങ്ങളുടെ രക്ഷപ്പെടാൻ വേണ്ടി, ഞങ്ങളുടെ പേര് മഹത്വപ്പെടുത്താൻ വേണ്ടിയല്ല. യേശുവിന്റെ വചനം പറയുന്നു, കർത്താവിന്റെ അടിപ്പിണരാൽ സൗഖ്യമുണ്ട്. അപ്പച്ചൻ എന്ത് ചെയ്യണം? ഇന്നു മുതൽ പറഞ്ഞോണം, ഇപ്പൊ പ്രാർത്ഥിച്ചിട്ട് മാറിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം മാറത്തില്ലെന്നല്ല, സൗഖ്യമാകേണ്ടത് വരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത്രയേ ഉള്ളൂ. ബൈബിളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ പത്രോസ്ലീഹ നിൽക്കും. പക്ഷെ പത്രോസ്ലീഹയ്ക്ക് എന്ത് സംഭവിച്ചു? പെട്ടെന്ന് അവിടെ കാറ്റ് ഓൾറെഡി ഉണ്ട്, കാറ്റും കോളും ഒക്കെ അവിടെയുണ്ട്. പെട്ടെന്ന് മനസ്സിന്റെ അകത്തൊരു ചിന്ത, ആ ചിന്തയാണ് പത്രോസ്ലീഹായിനെ എന്ത് ചെയ്തത്? കാര്യം അതുവരെ പത്രോസ്ലീഹ ഇങ്ങനെ സന്തോഷിച്ച് വെള്ളത്തിന്റെ മേൽ വന്നപ്പോഴേക്കും ഒരു ചിന്ത, അയ്യോ ഞാൻ മുങ്ങുവോ? കാര്യം മുങ്ങാൻ സാധ്യതയുള്ള എല്ലാം ഇവിടെ ഉണ്ട്. കാറ്റുണ്ട്, കോളുണ്ട്, ഇളകി മറന്ന തിരമാലയുണ്ട്. അപ്പൊ ഞാൻ മുങ്ങുവോ എന്ന് വിചാരിച്ച് മുങ്ങാൻ സാധ്യതയുള്ളതിലേക്കൊന്ന് ശ്രദ്ധ കൊടുത്തപ്പോൾ ഉടനെ എന്ത് സംഭവിച്ചു? യേശുവിന്റെ വാക്കിന് പകരം മുക്കാൻ സാധ്യതയുള്ള ആ സാഹചര്യം വെളിപ്പെട്ടു. അപ്പൊ നിങ്ങൾ എപ്പോഴും ദൈവവചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിച്ചാൽ നിങ്ങളുടെ കാല് കുടുങ്ങാതെ വണ്ണം ദൈവം നോക്കിക്കോളും. ഒരാള് ബൈബിൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു ബ്രദറിന്റെ സഹായം വേണ്ട. ബ്രദർമാര് വചനം പഠിപ്പിക്കുന്നതേ ഉള്ളൂ. ഈ ദൈവമാണ് നിങ്ങളെ നിർത്തുന്നത്. അയ്യോ ബ്രദറെ, ഞാൻ ഇപ്പൊ ചാകുവേ, ഇപ്പൊ എന്റെ ജീവനം ശരിയായില്ലെങ്കിൽ കയ്യിൽ വചനമുണ്ടോ? നിങ്ങൾ മുങ്ങത്തില്ല. എന്റെ കൂടെ പറഞ്ഞാട്ടെ, കയ്യിൽ വചനമുള്ളത് കൊണ്ട് ഞാൻ മുങ്ങി പോകത്തില്ലെന്ന് പറഞ്ഞു വന്ന്. ആമേൻ. എന്റെ ബലം, എന്റെ പത്രോസ്ലീഹായിനെ നിർത്തിയത് യേശു വരിക. യേശു അവിടെ മിണ്ടാതിരുന്നില്ല. യേശു പറഞ്ഞു വരിക എന്ന് പറഞ്ഞു. ആ വാക്ക് അതുകൊണ്ടാണ് ബൈബിളിൽ ഹൈലൈറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ആ വാക്ക് നോക്കിക്കേ, ബൈബിളിൽ ആ വാക്ക് ഹൈലൈറ്റ് ചെയ്തിട്ട് പറയുകയാണ്, വരിക എന്ന് പറഞ്ഞ വാക്കിന്റെ മേൽ പത്രോസ്ലീഹ ഇറങ്ങി നിന്നു. ആമേൻ. ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ നോക്കി സദൃശവാക്യത്തിൽ നമ്മൾ കേട്ട വാക്ക് നോക്കിയേ. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ എന്താ സംഭവിക്കുന്നത്? അവന്റെ കാല് കുടുങ്ങാതെ വണ്ണം ദൈവം കാക്കും. ഇതാണ് അവിടെ സംഭവിച്ചത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ കാല് മുങ്ങിപ്പോകത്തില്ല. പക്ഷെ എന്താണ് അവിടെ സംഭവിച്ചത്? പത്രോസ്ലീഹ കാറ്റ് കണ്ട് പേടിച്ചു മുങ്ങിത്തുടങ്ങിയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. ഉടനെ യേശു ഓടി വന്ന് കൈ നീട്ടി പിടിച്ചിട്ട് പറയാം, അല്പവിശ്വാസി, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു. അപ്പൊ കാറ്റിന്റെ ലക്ഷ്യം എന്തുവാ? ദൈവാശ്രയത്തിൽ നിന്ന് നിങ്ങളെ പിന്തിരിക്കുക. കാറ്റ് അവിടെ കിടന്ന് അടിച്ചോട്ടെ ബ്രദറെ, എനിക്കറിയത്തില്ല ബ്രദറെ, പ്രശ്നം അങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കുക, ആ പ്രതിസന്ധി അങ്ങോട്ട് വലുതായിക്കൊണ്ടിരിക്കുക.
ആ വിഷയം അങ്ങോട്ട് ഭയങ്കര രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുക. എന്നാ ബ്രദറെ ഇതങ്ങോട്ട് മാറിപ്പോകാത്തത്? എൻ്റെ കൂടെ പറ, യേശു ജീവനോടെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് പേടിയില്ലെന്ന് പറ. യേശു ജീവനോടെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് പേടിയില്ല. കാര്യം എനിക്ക് പേടിയില്ല. മുങ്ങിയാലും പൊക്കിയെടുത്തോളും. നോക്കിക്കേ, മുങ്ങിപ്പോയാലും പേടിക്കണ്ട, പൊക്കിയെടുത്തോളും അവിടുന്ന്. ഹല്ലേലൂയ. അപ്പൊ മുങ്ങാതിരിക്കാൻ ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. ദൈവവചനത്തിൽ നിന്നാ മതി. നമ്മുടെ ശ്രദ്ധ മാറിപ്പോകരുത്. വീണ്ടും ഞാൻ പറഞ്ഞു, ഞാൻ ഉൾപ്പെടെ പറയട്ടെ, നമുക്കെല്ലാം പറ്റുന്നൊരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവർക്കും ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കർത്താവിൽ നിന്നുള്ള വചനത്തിൽ നിന്നുള്ള ശ്രദ്ധ മാറുന്നതാണ് പലപ്പോഴും നിങ്ങൾക്ക് സംഭവിക്കുന്നത്. നിങ്ങളിപ്പോൾ പറയും, ബ്രദറെ അങ്ങനെയൊന്നും അല്ല ബ്രദറെ, ഞാൻ എൻ്റെ ജീവിത സാഹചര്യം കൊണ്ടാണ്. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ യേശുവിലാണ്, വചനത്തിൽ വിശ്വസിക്കുമ്പോൾ തന്നെ ദൈവം നിങ്ങളുടെ കാല് കുടുങ്ങാതെ വണ്ണം സൂക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ തട്ടി വീഴ്ത്തുവാൻ ദൈവം സമ്മതിക്കത്തില്ല. അതല്ലേ സങ്കീർത്തനക്കാരൻ പറയുന്നത്, എൻ്റെ കാല് കല്ലിൽ തട്ടി പോകാതിരിപ്പാൻ ദൈവം സൂക്ഷിക്കും. സങ്കീർത്തനത്തിൽ മറ്റൊരു ഭാഗത്ത് പറഞ്ഞു, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും അവൻ വിടുവിച്ചിരിക്കുന്നു, കാക്കുമാറാക്കുന്നു. ഇതെല്ലാം ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ ഗ്യാരണ്ടികൾ ലഭിക്കുന്നതാണ്, ദൈവം തരുന്നതാണ്. ആമേൻ. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഇവിടെ വചനം പറയുന്നു, അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു? അപ്പൊ എന്താണ് അവിടെ സംഭവിച്ചത്? പത്രോസ്ലീഹയ്ക്ക് എന്താണ് അവിടെ സംഭവിച്ചത്? പത്രോസ്ലീഹ തന്നെ മുക്കാൻ സാധ്യതയുള്ള വിഷയത്തിന്റെ അകത്തോട്ട് ഒരു നിമിഷം ഒന്ന് കയറിപ്പോയി. അതിനെ വിശ്വസിച്ചു. ഏതിനെ വിശ്വസിച്ചു? വരിക എന്ന വാക്കിനേക്കാൾ മുങ്ങിപ്പോകും എന്നതിന്റെ വാക്കിലേക്ക് ശ്രദ്ധ കൊടുത്തു. നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളെ ജീവിതത്തിൽ എന്തൊക്കെ വിഷയത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നവരായിക്കോട്ടെ, നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, ബ്രദറെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? എന്തിനങ്ങനെ ചോദിച്ചെന്നറിയാവോ? നിങ്ങളിപ്പോഴും വിശ്വസിക്കുന്നത് വചനത്തിലല്ല, നിങ്ങളിപ്പോഴും വിശ്വസിക്കുന്നത് നിങ്ങളുടെ പ്രശ്നത്തിലാണ്. എന്താ അതിന്റെ തെളിവെന്ന് ഞാൻ പറഞ്ഞു തരാം. ദൈവവചനത്തിൽ വിശ്വസിക്കുന്നവന്റെ പ്രത്യേകത, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ ആശ്രയിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ വചനവും കൈവച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ പ്രശ്നത്തെ നിങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കാനേ കഴിയത്തുള്ളൂ. ആമേൻ. അപ്പൊ ഈ ദിവസങ്ങളിൽ കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ എന്ത് ചെയ്യണം? കർത്താവിനെ വിശ്വസിക്കുന്ന വ്യക്തികൾ നിങ്ങൾ ആദ്യം തിരിച്ചറിയണം, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഞാൻ ഒരു നാളും എന്ത് ചെയ്യത്തില്ല, മുങ്ങാൻ ദൈവം സമ്മതിക്കത്തില്ല. ആമേൻ. അപ്പൊ വരിക എന്ന വാക്കിന്റെ ശക്തിയാണ് ഇളകി മറിയുന്ന വെള്ളത്തിന്റെ മേൽ പത്രോസ്ലീഹായിനെ പിടിച്ചു നിർത്തിയെങ്കിൽ. അപ്പം പറയണം, ഈ വചനമാണ് എന്നെ പിടിച്ചു നിർത്തുന്നത്. എന്നൊന്ന് പറഞ്ഞു, വചനമാണ് എന്നെ പിടിച്ചു നിർത്തുന്നെന്ന് പറ. അപ്പൊ വചനം കേൾക്കണ്ടേ? വചനം കേട്ടിട്ട് മാത്രം പോരാ, വചനം കേൾക്കുന്ന വ്യക്തി സാഹചര്യം പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും, ചിലർക്ക് എന്നോട് ഏറ്റവും കൂടുതൽ ദേഷ്യം എന്നാണെന്നറിയോ, ഈ എപ്പോഴും പറയത്തില്ല ഞാൻ, നിങ്ങൾ ബ്രദറെ ഈ പ്രാർത്ഥനാ വിഷയം പറയരുതേ എന്ന് പറയുമ്പോൾ ചിലർക്ക് ദേഷ്യം, ബ്രദറെ എന്നാലും ബ്രദറെ ഞാനതങ്ങ് പ്രാർത്ഥനാ വിഷയത്തിന്റെ അകത്തങ്ങ് പറയുക എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോണേ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ പ്രാർത്ഥനാ വിഷയം, നിങ്ങൾ അത് ദൈവത്തിന്റെ വചനം കയ്യിലിരിക്കുമ്പോൾ നിങ്ങൾ ആ വിഷയം പിന്നെയും പറയുമ്പോൾ നിങ്ങൾ വചനത്തിൽ ആശ്രയിക്കുന്നില്ല എന്നതിന്റെ 100% തെളിവാണത്. വചനത്തിൽ ഇപ്പൊ ഞാൻ പറയാം, കാറ്റും കോളുമുള്ള കടലിൽ, കാറ്റും കോളും എനിക്ക് അവിടെ പത്രോസ്ലീഹയ്ക്ക് അതിനു മുമ്പ് പറയുന്നുണ്ട്, അവിടെ പടകിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കാറ്റും കോളും അടിച്ചുകൊണ്ടിരിക്കുക. കാറ്റും കോളും. രാത്രിയുടെ 4-ാം യാമത്തിൽ പടക് നീന്നു, കാറ്റ് പ്രതികൂലമായതുകൊണ്ട് തിരകളാൽ അവർ വലഞ്ഞിരിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം അവരുടെ മുമ്പിലുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിന്റെ അകത്ത് പത്രോസ്ലീഹ കാണിച്ചൊരു ധൈര്യമാണ്, യേശുവെ അങ്ങാണ്, ഭൂതമല്ല, യേശു ആണെങ്കിൽ വാക്കൊന്ന് കൽപ്പിക്കാൻ പറഞ്ഞു. ഈ വാക്കിന്റെ മേൽ ഇറങ്ങിത്തിരിച്ചു. പക്ഷെ ഇറങ്ങിത്തിരിച്ച പത്രോസ്ലീഹ ആ കാറ്റിനെയും കടലിനെയും എന്ത് ചെയ്യാൻ തുടങ്ങി? വിശ്വസിക്കാൻ തുടങ്ങി. അയ്യോ, മുങ്ങുവോ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണവേ, ഞാൻ ആ വിഷയത്തിന്റെ അകത്ത് കുടുങ്ങി കിടക്കുക, പറയല്ലേ. ശരിയാ, പ്രയർ റിക്വസ്റ്റ് അയച്ചു, ശരിയാ, ബ്രദറിന്റെ അടുക്കലേക്കോ അല്ലെങ്കിൽ പ്രയർ ലൈനിലോ നിങ്ങൾ എവിടെയോ ആ പ്രയർ റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് തരുന്ന വചനമാണ് പിന്നെ നിങ്ങളെ നിർത്തുന്നത്. പ്രാർത്ഥനാ വിഷയം പറയുമ്പോൾ അവിടുന്ന് ഒരു വചനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വിഷയമാണ് മുങ്ങിപ്പോകാതിരിക്കുവാൻ തക്കവണ്ണം ദൈവാശ്രയത്തിൽ നിങ്ങളെ നിർത്തുന്നത്. പക്ഷെ ആ വചനം കൈ പിടിച്ചുകൊണ്ട്, ഉദാഹരണം പറയുവാണെ, ഒരു ബോട്ട് കിട്ടി നിങ്ങൾക്ക്, ബോട്ട് വെള്ളത്തിന്റെ മീതെ വെള്ളപ്പൊക്ക സമയത്ത് പോകാൻ വേണ്ടി ബോട്ട് കിട്ടി. ആ ബോട്ട് നിങ്ങൾ തലേ ചുമന്നുകൊണ്ട് കടലിലോട്ടെടുത്ത് ചാടിയാൽ എന്നാ സംഭവിക്കും എന്ന് പറയും?
ആ ആട്ടിലോട്ടോ തോട്ടിലോട്ടോ ആ ബോട്ട് എടുത്ത് തലയോട്ട് വെച്ചിട്ട് ചാടി എന്നാ സംഭവിക്കും? മുങ്ങിപ്പോവും. ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പല ആൾക്കാർക്കും ഇഷ്ടമില്ലാത്തത്. ബ്രദറെ, പ്രയർ റിക്വസ്റ്റ് ഞാൻ പിന്നെയും പറയുന്ന, വൺസ് നിങ്ങൾ ഒരു തവണ പറഞ്ഞാൽ പിന്നെയും പറയും തോറും നിങ്ങൾ ആ വിഷയത്തെ ആശ്രയിക്കുന്നു. നിങ്ങൾക്ക് ഭയം കയറിയിട്ടുണ്ട്, ആ വിഷയം നിങ്ങളെ മുക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ട്. പക്ഷെ കയ്യിലിരിക്കുന്ന വചനം ഉണ്ടോ? നിങ്ങൾ മുങ്ങത്തില്ല. ആ വചനമാണ് പത്രോസ് കർത്താവേ നീ ആണെങ്കിൽ ഒന്ന് കൽപ്പിക്ക്, വാരിക എന്ന് പറ. യേശു പറഞ്ഞു, യേശുവോടെ മിണ്ടാതിരിക്കും, എനിക്ക് വേറെ എന്തോരം പരിപാടി. പത്രോസ് നീ അവിടെ തന്നെ നിന്നു, നിനക്ക് പറ്റിയ പരിപാടി ആ വള്ളത്തെ നിൽക്കുന്നത് എന്ന് യേശു പറഞ്ഞില്ല. പത്രോസെ കൊള്ളാം നീ. കാര്യം ബാക്കി എല്ലാ ശിഷ്യന്മാരും പേടിച്ച് വിറച്ചിരിക്കുമ്പോൾ ധൈര്യത്തോടെ പറഞ്ഞു, ഭൂതമല്ല, യേശുവാണെങ്കിൽ ഞാൻ നടക്കും, യേശുവാണെങ്കിൽ നടക്കും. ഒറ്റ വാക്ക് കർത്താവെ കൽപ്പിക്കണേ എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു വരിക. കർത്താവ് പറഞ്ഞു. ആ വാക്കേലാണ് പിടിച്ചു നിൽക്കുന്നത്, ആ വചനത്തിലുള്ള ആശ്രയത്തിലാണ് പിടിച്ചു നിൽക്കുന്നത്. ഓർത്തോണേ, ഇപ്പോഴും നിങ്ങളുടെ ഈ വിഷയത്തിൻ്റെ അകത്തിരിക്കുമ്പം ഹൃദയത്തിൽ വചനമുണ്ട്, അതാ നിർത്തുന്നത് നിങ്ങളെ. നാളെ ആ വചനമാണ് നിങ്ങളെ അത്ഭുതമാക്കാൻ വേണ്ടി പോകുന്നത്. അതില്ലെങ്കിൽ, അതുകൊണ്ടാണ് ഈ വചനം കേൾക്കണം, വചനം പഠിക്കണം, വചന ധ്യാനങ്ങളിൽ നിങ്ങൾ പങ്കുചേർന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക്, ഓ ബ്രദറെ എന്തെങ്കിലും പ്രവചനം ഉണ്ടേ പറ, എനിക്ക് വചനം കേൾക്കാൻ ഇപ്പം സമയമില്ല, ജോലി തിരക്കാന്ന് പറയുമ്പോൾ ഓർത്തോണം, നിങ്ങൾ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരുടെയും കുഴപ്പമല്ല. മുങ്ങിപ്പോയിട്ട് പിന്നെ നമ്മൾ വചനം വായിച്ചിട്ട് കാര്യമില്ല. മുങ്ങാൻ സാധ്യതയുള്ള പ്രതികൂലത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ മുങ്ങത്തില്ല. അപ്പൊ പിശാച് ചോദിക്കും, അതെന്നാ നീ മുങ്ങാത്തെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. മുങ്ങാൻ എൻ്റെ കാല് ചവിട്ടി നിൽക്കുന്ന ഒരു വചനമുണ്ട്. എൻ്റെ കാൽ ഇടറുവാൻ അവൻ സമ്മതിക്കുന്നില്ല. കാര്യം ഞാൻ യഹോവയിൽ ആശ്രയിക്കുന്നു, എന്നെ താങ്ങി. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞ യഹോവയുടെ വചനം എൻ്റെ പാതയ്ക്ക് പ്രകാശമാണെന്ന് പറയാൻ കാരണം. ദൈവത്തിന്റെ വചനമാണ് എൻ്റെ കാലിന്റെ അടിസ്ഥാനം. എന്നെ കുലുങ്ങിപ്പോകാതെ പാറമേൽ അടിസ്ഥാനമിട്ട വ്യക്തിയെ പോലെ എന്നെ നിർത്തുന്ന വചനമാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ യേശുവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഈ ഒരു പേര്, അത് വിളിപ്പേരാന്ന് എനിക്ക് തോന്നുന്നു, ലച്ചു എന്ന് വിളിക്കുന്ന ഒരു വിളിപ്പേര് എൻ്റെ മനസ്സിലേക്ക് കർത്താവ് തരുവാണ്. ഈ വിളിപ്പേര് കേൾക്കുമ്പോൾ തന്നെ ആ കുടുംബത്തിൻ്റെ അകത്ത് ഈ ലച്ചു എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ പുത്രിയാണ്. മൂത്തൊരു മകനും കൂടെ ആ കുടുംബത്തിലുണ്ട്. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു പ്രവൃത്തി കർത്താവ് അവിടെ നിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നു. ചില കെണികളിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ എന്ന് സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തു. ദൈവം നിങ്ങളുടെ ഭവനത്തിന്റെ മേൽ ഒരു പ്രവർത്തി പറഞ്ഞു. സിസ്റ്ററെ, എന്റെ സഹോദരന്റെ മോളാണ് ലച്ചു. ഈ പറഞ്ഞതുപോലെയാണ് സിസ്റ്ററെ, മൂത്തയാള് സഹോദരൻ ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി ഏറ്റെടുത്തു. ഇന്ന് കെണികൾ ദൈവം ആ കുടുംബത്തിൽ നിന്ന് അഴിച്ചു മാറ്റുകയാണ്. അവരോട് പറയണം, ദൈവത്താൽ ചില കാര്യങ്ങളെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. യേശുവേ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഞങ്ങൾ ആ ഭവനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ച്. ഇത് അത്ഭുതങ്ങളുടെ സമയമാണ്. ആ ബൗണ്ടറികളെ സ്വർഗത്തിലെ ദൈവം ഇന്ന് തുറക്കാൻ വേണ്ടി പോകുന്നു. സകല മേഖലകളിലും ദൈവം നിങ്ങളെ സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. ഞങ്ങളിപ്പോൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവേ, ഞാൻ ഒരു ഭവനത്തിൻ്റെ അകത്തൊരു ഈ നമ്മുടെ ഈ തടി കൊണ്ടുള്ള ചെറിയ ഈ ഒരു നക്ഷത്രം ഉണ്ടല്ലോ, നക്ഷത്രത്തിന്റെ രൂപം ഈ തടിയേൽ ഇങ്ങനെ ചെറിയ, വലിയ വലിപ്പമൊന്നുമല്ല, ഒരു ചെറുതാണ്. നമ്മളൊരു ഉള്ളം കൈക്കകത്ത് വെക്കുന്നതിനേക്കാളും കുറച്ചും വലിപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അത്രേ കാണത്തോന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു നക്ഷത്രത്തിന്റെ ഒരു എന്താ പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കുന്ന ഒരു സംഭവം. അതിങ്ങനെ കയറി വരുന്ന മുറിയിൽ തന്നെ, കയറി വരുന്ന ഹാളിൽ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുന്ന ഒരു വീടിനെ കർത്താവ് എന്നെ കാണിക്കുന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഗ്ലാസ് അതായത് ഗ്ലാസ് കൊണ്ടുള്ളൊരു സാധനവും കൂടെ അതിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് പറയണം, ആ ഭവനത്തിൽ അകത്തേക്ക് ദൈവം മോളി എന്നു പേരുള്ള ഒരു വ്യക്തിയെ അയച്ച് നിങ്ങളുടെ ഭവനത്തിൻ്റെ മേൽ ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഒരുക്കാൻ വേണ്ടി പോകാമെന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. മോളീനെ ദൈവം അയച്ച്
ദൈവം ആ ഭവനത്തിന്റെ മേൽ ഒരു സാക്ഷ്യത്തെ തുറക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ഈ പറഞ്ഞ അടയാളവുമായിട്ട് ബന്ധപ്പെട്ടത് ഏത് കുടുംബമാണോ, സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ആമേൻ പറഞ്ഞ് ആ ദൈവിക ആലോചനയെ സ്വീകരിച്ചു. ദൈവത്തിന്റെ വലിയ മഹത്വം എന്ന് കർത്താവ് വെളിപ്പെടുത്താൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഞങ്ങൾ ആ ഭവനത്തെ ഇപ്പോൾ തുറക്കുന്നപ്പാ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിന്റെ മേൽ പ്രതികൂലമായി നിൽക്കുന്ന സകലത്തെയും ഇപ്പോൾ ആത്മാവിൽ അതിനെ വെട്ടിവിടുന്നപ്പാ. കർത്താവേ, ഞങ്ങളത് ബ്ലസ് ചെയ്യുന്നപ്പാ. നന്മയായി ആ ഭവനം തീരട്ടെ, അനുഗ്രഹ സാക്ഷ്യമായി ആ ഭവനം മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് കേൾക്കുന്ന ഭവനം ആമേൻ പറഞ്ഞ് ദൈവികമായ ആലോചനയെ സ്വീകരിച്ചു. നന്മ കുടുംബത്തിന്റെ അകത്ത് കയറാൻ വേണ്ടി പോകുന്നു. സകല നന്മകളെയും കർത്താവ് നിങ്ങളുടെ മേൽ തുറക്കാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഞങ്ങൾ ഇപ്പോൾ തന്നെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. വലിയ സാക്ഷ്യമായി കർത്താവെ അങ്ങ് ആ ഭവനത്തെ അങ്ങ് മാറ്റുന്നല്ലോ. അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായിട്ട് വേർതിരിക്കുന്നപ്പ. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ. സാക്ഷ്യമാക്കി കർത്താവെ അങ്ങ് മാറ്റുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നപ്പ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് ആലോചന ഇടപെടുന്നവർ മാത്രം നിങ്ങളുമായിട്ടാണ് ബന്ധപ്പെടുന്നെങ്കിൽ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റിയാൽ മതിയേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശു. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഞങ്ങൾ ഇപ്പോൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ ഉള്ളത്തിൽ മറ്റൊരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം എന്നെ കാണിക്കുക. അതായത് വീടിൻ്റെ അകത്തുനിന്ന് ഒരു വ്യക്തി പുറത്തോട്ട് ഇറങ്ങിയാൽ ഇടതുവശത്തായിട്ട് വലിയൊരു പ്ലാവ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ ആ ഭവനത്തിൻ്റെ മേലെ കാണുന്നത്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന സമയത്ത് തന്നെ ആ വീടിൻ്റെ വലതുവശത്ത് തന്നെയാണ് ഒരു ഷെഡ്. കാറല്ല, അങ്ങനെ ഒരു ഷെഡ് പോലെ ഇടതുവശത്ത് തന്നെ ഒരു ഷെഡ് ഇങ്ങനെ വീടിനോട് ചേർന്ന് തന്നെ വെച്ചിട്ടുണ്ട്. ആ വീടിന്റെ തന്നെ അതേ ഇടതുവശത്ത് മാറി പറമ്പിൽ തന്നെയാണ് ഈ പ്ലാവ് നിൽക്കുന്നത്. ഇത് രണ്ടും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം അയക്കുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം എന്നെ ഈ ഒരു അനീഷ് എന്ന് പറയുന്ന ഒരു പേര് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വ്യക്തിയെ ആ ഭവനത്തിലുള്ളതാണോ അതോ ആ ഭവനത്തിലേക്ക് ആ വ്യക്തി വരുന്നതാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നെന്ന് പറയുന്നു. യേശുവേ, ഞങ്ങൾ ആ വ്യക്തിയെ എന്ന കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തിക്കായിട്ട് വേർതിരിക്കുന്നപ്പാ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കർത്താവെ അങ്ങയുടെ വലിയ മഹത്വം കുടുംബത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ഇപ്പോൾ തന്നെ ഞങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അത്ഭുത സാക്ഷി പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയത്. അല്ല എങ്കിൽ ഒരു മിനിറ്റ്. ഈ പറഞ്ഞ അനീഷുമായിട്ട് ബന്ധപ്പെട്ടത് ആരാ? അനീഷുമായിട്ട് ബന്ധപ്പെട്ടത് അനീഷ് വീട് നിൽക്കാൻ നോക്കിയിട്ട് നടന്നില്ല. അപ്പൊ അനീഷാണ് വന്നത്. ഈ പറഞ്ഞ അനീഷാണോ പറഞ്ഞത്? അതെ. അതായത് വീട്ടിലുള്ള ആളല്ല. പക്ഷെ എനിക്ക് എന്റെ ഉള്ളത്തിൽ അതാ പറഞ്ഞത്. വീട്ടിലുള്ള ആളെന്ന് എനിക്ക് അറിയത്തില്ല. പുറത്തുള്ള ആളാ. പുറത്തുള്ള ഒരാളാ. ഈ പറഞ്ഞ പോലെയാണ് അടയാളം കാണുന്നത്. നോക്കിയിട്ട് നടക്കണില്ല. 3 വർഷമായി. ഈ പറയുന്ന പോലെയാണോ വീടിന്റെ അടയാളം ഇരിക്കുന്നത്? ബ്രദറെ 20 വർഷത്തിൽ മേലെയായി. വിൽക്കാൻ നോക്കുന്നത് 20 വർഷത്തിന്റെ മേലായിട്ട് വിറ്റ് പോണില്ലത്. വിറ്റ് പോണില്ല. ഈ പറയുന്ന പോലെയാണോ വീടിന്റെ അടയാളം നിൽക്കുന്നത്? കേട്ടതുപോലെ തന്നെയാണോ? അത് തന്നെ. ഓ, യേശുവിന്റെ നാമത്തിൽ കർത്താവിന് ദുഷ്ടന്റെ ആശ നശിക്കട്ടെ. പ്രിയമക്കളെ, സാമ്പത്തികമായിട്ട് അവരുടെ ജീവിതത്തെ കുരുക്കിയിട്ടിരിക്കുന്ന ഈ അനീഷ് മുഖാന്തരം തന്നെ ഒരു വഴി ദൈവം തുറക്കും. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞ സമയത്ത് നിങ്ങൾ കേട്ടാൽ എനിക്കറിയത്തില്ല അകത്തുള്ള ആളാണോ പുറത്തുള്ള ആളാണോ എനിക്കറിയത്തില്ല. പക്ഷേ ഈ വീടുമായിട്ട് കർത്താവ് ഒരു ബന്ധം കാണിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എത്ര പേരത് അങ്ങനെ തന്നെ കേട്ടായിരുന്നു? എത്ര പേരത് അങ്ങനെ കേട്ടു? ആ വ്യക്തി മുഖാന്തരം തന്നെ ഈ 20 വർഷമായിട്ട് ചലിക്കാത്തത് മേൽത്തരമായ ഒന്നിലേക്ക് അതിൻ്റെ അകത്ത് നിങ്ങളെ കുരുക്കിയിടാൻ നോക്കുന്നതിൻ്റെ അകത്തൊന്നും ദൈവം വിടിവിക്കാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ. ഞങ്ങളിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വലിയ പ്രവർത്തിക്കായിട്ട് നന്ദി പറയുന്നപ്പാ. ഓ ജീസസ്, നന്ദി യേശുവേ. 2003 കുവൈറ്റ് എന്ന് പറയുന്ന രാജ്യത്ത്
യാത്ര ചെയ്ത ഒരു വ്യക്തിയുടെ പാസ്പോർട്ട് കർത്താവിൻ്റെ കയ്യിൽ ഇങ്ങനെ കാണിക്കുകയാണ്, ഒരു കാഴ്ച കാണിക്കുകയാണ്. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ഒരു 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 പഴയ ഒരു ഫോട്ടോ കർത്താവ് എന്നെ കാണിക്കുകയാണ്. അതായത് ഈ ഇളം പച്ച കളറിലെ ഒരു സാരിയും ഒരു തവിട്ട് പോലത്തെ കളറിലെ ഒരു വൈറ്റ് അല്ല, എന്നാലും വൈറ്റ് പോലെ തന്നെ ഓഫ് വൈറ്റ് പോലെയോ തവിട്ട് പോലെ കളറുള്ള ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിൽക്കുന്ന രണ്ട് ഭാര്യയും ഭർത്താവിൻ്റെ ഒരു ഫോട്ടോ, ഇച്ചിരി പഴയ ഒരു ഫോട്ടോയും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കുടുംബത്തിൻ്റെ മേൽ കർത്താവ് ഒരു വാക്ക് 2023 ഡേറ്റും കൂടെ കർത്താവ് എന്നെ പിന്നെയും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു യാത്രയുടെ ഒരാരംഭം പോലെ വന്നതാണ് ആ കുടുംബത്തിൽ. പക്ഷേ എനിക്കറിയത്തില്ല, വീണ്ടും കർത്താവിൻ്റെ ഉള്ളത്തിൽ പറയുന്നു, അനുഗ്രഹത്തിൻ്റെ ഒരു യാത്ര ആ ഭവനത്തിൽ നിന്ന് കർത്താവ് പിന്നെയും തുറക്കുമെന്ന് പറയുന്നു. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. അപ്പം വീണ്ടും രാജ്യങ്ങളുടെ നന്മ ആ കുടുംബത്തിൽ നിന്ന് ദൈവം ചിലരെ തൊട്ട് തുറക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ അത് തുറന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഈ അടയാളവുമായിട്ട് ബന്ധപ്പെട്ടത് സൂമിലോ ലൈവിലോ എന്നെ കാണുന്ന കുടുംബമാണെങ്കിൽ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് കർത്താവെ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹത്തെ സ്വീകരിച്ചു. ദൈവം ഭവനത്തിൻ്റെ മേൽ നന്മകളെ തുറക്കാൻ വേണ്ടി പോകുന്നു. കുടുംബത്തിൻ്റെ അകത്തുനിന്നും വാക്തത്വ പ്രകാരമുള്ള അനുഗ്രഹത്തിൻ്റെ യാത്രകളെ, നഷ്ടത്തിൻ്റെ പോക്കല്ല, നിരാശയുടെ പോക്കല്ല, ദൈവികമായ നന്മയിലേക്ക് കർത്താവ് നയിക്കുവാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് ആലോചനയെ സ്വീകരിച്ചു. യേശുവിൻ്റെ നാമത്തെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ആ കുടുംബത്തിന്റെ സകല വിഷയങ്ങളും മാറട്ടെ, സകല പ്രതികൂലങ്ങളും മാറട്ടെ. നിങ്ങൾ പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയിരിക്കുന്നത്? ഇയാള് പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയിരിക്കുന്നത്? അല്ലെങ്കിൽ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തേ. അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്ത്. സൂമിൽ നിങ്ങൾ കേൾക്കുന്നവർക്കാണ് ഈ ആലോചനയും അടയാളവുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരു ഭാഗം മാത്രമല്ല, നിങ്ങളുമായിട്ട് ഇത് പൂർണ്ണമായിട്ടും ഈ ആലോചനയ്ക്ക് ബന്ധമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മൈക്ക് മ്യൂട്ട് മാറ്റി അത് സ്വീകരിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ ഇനി ലൈവിലാണ്, യൂട്യൂബിലോ ഫേസ്ബുക്കിലോ മറ്റ് കണ്ണൊട്ടിക്കുന്ന പ്ലാറ്റ്ഫോമിൽ എവിടെയെങ്കിലുമാണ് നിങ്ങളിത് കേൾക്കുന്നതെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചു. ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി പോകുന്നു. ലൈവിൽ കാണുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിൽ നമ്മുടെ പ്രേയറിൻ്റെ ലിങ്ക് ഉണ്ട്, അതിലൂടെ നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിൽ പ്രവേശിക്കാവുന്നതാണ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഞാനിപ്പോൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ, ദൈവപ്രവർത്തിക്കായിട്ട് ഞാൻ വേർതിരിക്കുന്നപ്പാ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവർത്തിക്കായിട്ട് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. നന്ദി കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. കർത്താവെ, ഞങ്ങളുടെ വലിയ മഹത്വത്തിന് അതിനപ്പുറത്ത് മറ്റൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു കുന്നിൻ ചെരിവെന്ന് പറയാൻ പറ്റുന്ന ഒരു പൊക്കപ്രദേശമാണ്. ആ പൊക്കപ്രദേശത്തിന്റെ താഴെ വശത്തായിട്ട് ഒരു റോഡ് കഴിഞ്ഞ്, അതായത് ബസ് റൂട്ടല്ല, അത് ബസ് ഓടുന്ന റൂട്ടല്ല, പക്ഷെ അതൊരു നടപ്പാതയും ഓട്ടോറിക്ഷയൊക്കെ പോകുന്നൊരു വഴിയാണ്. അതിൻ്റെ ആ പൊക്കപ്രദേശത്തിന്റെ താഴെയുടെ ചെരുവിൽ തന്നെ ഈ റോഡിനോട് ചേർന്ന് ഇച്ചിരി മാറി ഒരു സ്ഥലം കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലത്തിൻ്റെ അകത്ത് പലതവണ അതൊന്ന് വിറ്റുപോകാനും ആ ഒരു സ്ഥലത്തിന് വേണ്ടി നിങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. പക്ഷേ അതിൻ്റെ അകത്തൊരു നീക്കുപോക്ക് സംഭവിക്കുന്നില്ല. ഇതൊരു പ്രാർത്ഥനാ വിഷയമായിട്ട് നിൽക്കുവാണ്. ഇന്ന് ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മേൽ ആ തടസ്സം നീങ്ങി ആ സ്ഥലം ഒരു അനുഗ്രഹമായി നിങ്ങൾക്ക് വരാൻ വേണ്ടി പോവാം. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇതുവരെ തടസ്സമായി നിന്നത് ദൈവം നിങ്ങൾക്ക് അതൊരു അനുഗ്രഹമാക്കി വരാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ അത് കേൾക്കുന്ന വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് ആലോചനയെ സ്വീകരിച്ചു. ദൈവത്തിൻ്റെ വലിയൊരു മഹത്വം ഇന്ന് വെളിപ്പെടാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഇപ്പോൾ ഞാനത് ബ്ലസ് ചെയ്തു. നിങ്ങൾ ആലോചന പറയാനുള്ളവർ മാത്രം. ആലോചന ഏറ്റെടുക്കുന്ന ബ്രദറെ, അത് ഞാനൊരു ഭവനം മേടിക്കാൻ നോക്കുന്നുണ്ട് ബ്രദറെ. അപ്പൊ ഇതുപോലെ അടയാളം തന്നെ അത്, പക്ഷെ നടന്നിട്ടില്ല ഇതുവരെ. അത് അങ്ങനെ തന്നെ അവിടെ കിടക്കും, ഇതുവരെ വിറ്റുപോയിട്ടുമില്ല ബ്രദറെ. ഞാൻ ആലോചന ഏറ്റെടുക്കുന്നു. യേശുവിന്റെ നാമത്തെ സ്വീകരിച്ചോ. ദൈവം അത് വലിയൊരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ. നന്മയായി തീരട്ടെ, അനുഗ്രഹമായി തീരട്ടെ. ഞങ്ങളിപ്പോൾ അനുഗ്രഹിക്കുന്നപ്പ യേശുവേ, നന്ദി കർത്താവേ. എൻ്റെ ഉള്ളത്തിൽ ശ്രീരാജ് എന്ന് പറയുന്ന ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ പറയുക. ശ്രീരാജ് എന്ന് പറയുന്ന ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ആ കുടുംബത്തിന്റെ മേൽ അനർത്ഥം വിട്ടൊഴിഞ്ഞ് ദൈവികമായ. നിങ്ങൾ ആലോചന പറയുന്നത്. 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 നിങ്ങൾ ആലോച
ഈ അനാവശ്യമായി മ്യൂട്ട് ചെയ്യുന്നവരെല്ലാം ഞാൻ എപ്പോഴും നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലത് യൂട്യൂബിൽ കേൾക്കുന്നതാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നന്ദി. ഈ സിരാജുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഇന്ന് സൂമിൽ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ഏറ്റെടുത്തു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ആ മകന് വേണ്ടി ആ കുടുംബത്തിന് വേണ്ടി സംഭവിക്കാൻ വേണ്ടി പോവാണ്. ആ കുടുംബത്തെ ദൈവം സ്പർശിക്കാൻ വേണ്ടി പോകുന്നു. കർത്താവിൻ്റെ വലിയൊരു സാക്ഷ്യമായിട്ട് ആ മകൻ മാറാൻ വേണ്ടി പോകുന്നു. എന്റെ ചേച്ചീന്റെ മോനാണ് ബ്രദറെ. ആരാത്? എന്റെ ചേച്ചീന്റെ മോനാണ്. ആ മോന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു സമാധാനം, ആ അനർത്ഥം വിട്ടൊഴിഞ്ഞ് ദൈവപ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. നമുക്കിന്ന് രോഗികളായി ഭാരപ്പെടുന്നവര് രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച്, കർത്താവെ അങ്ങയുടെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യവും ആരോഗ്യവും വന്നിരിക്കുന്നു. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ രോഗത്തെ വഹിച്ചതാണ്, എൻ്റെ വേദനകളെ ചുമന്നതാണ്. കർത്താവിൻ്റെ വേദനകളെ വഹിച്ചതുകൊണ്ട്, എൻ്റെ രോഗത്തെ വഹിച്ചതുകൊണ്ട് യേശുവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, എനിക്ക് അത്ഭുതം വന്നിരിക്കുന്നു. ഇപ്പോൾ ആ രോഗബന്ധനങ്ങൾ ശരീരത്തിൽ നിന്ന് അഴിഞ്ഞു മാറുന്നു, രോഗശക്തികൾ ഇപ്പോൾ തന്നെ വിട്ടുമാറുന്നു. വലിയ അത്ഭുതങ്ങളെ കർത്താവെ അങ്ങ് വേർതിരിക്കുന്നല്ലോ. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ മുറിവ് അവർക്ക് ആരോഗ്യവും സൗഖ്യവുമായിരിക്കുന്നു. യേശുവേ നന്ദി കർത്താവേ. അങ്ങയുടെ വലിയ മഹത്വത്തിനായി നന്ദി പറയുന്നപ്പ. അത്ഭുത സൗഖ്യത്തിന് നന്ദി പറയുന്നപ്പ. കർത്താവിൻ്റെ വലിയ സാക്ഷ്യമായി തീരട്ടെ, വലിയ അത്ഭുതമായി തീരട്ടെ. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് എല്ലാവരും കൈവച്ച്, രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച്, കർത്താവിൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുത കരം നിങ്ങളുടെ മേൽ സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവിൻ്റെ സൗഖ്യത്തിന് നന്ദി പറയുന്നപ്പ, വലിയ അത്ഭുതത്തിന് നന്ദി പറയുന്നപ്പ, വലിയ സാക്ഷ്യത്തിന് നന്ദി പറയുന്നപ്പ. അങ്ങ് തൊട്ട് സൗഖ്യമാക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. ഇപ്പോൾ ഈ നിമിഷം തന്നെ ആ വേദന വിട്ടുമാറി, ആ രോഗം വിട്ടുമാറി, ആ ഞെരുക്കങ്ങൾ വിട്ടുമാറി വലിയ വിശാലത ഉണ്ടാകട്ടെ. കടഭാരത്താൽ ഭാരപ്പെടുന്നവരുണ്ടപ്പ, യേശുവിൻ്റെ നാമത്തിൽ മിറക്കിൾ മണി ഓപ്പൺ. ജോലിയിൽ, ബിസിനസ്സിൽ പുതുവഴികൾ തുറന്നു വരട്ടെ. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. തലമുറകൾ യേശുവിലേക്ക് വരട്ടെ. ദിവ്യ സമാധാനത്തിലേക്ക് അവർ കയറി വരട്ടെ. കർത്താവ്, ഈ ദിവസം ഞങ്ങൾ വലിയ സാക്ഷ്യം കേൾക്കും, വലിയ നന്മ അനുഭവിക്കും. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് നമുക്ക് സാക്ഷ്യത്തിൻ്റെ ഉള്ള സമയമാണ്. കർത്താവിൻ്റെ ഒരേ ആലോചന ഒരേപോലെ പറയുമ്പോൾ നിങ്ങൾ പിന്നെ എടുത്ത് പറയണ്ട. നിങ്ങളത് ഏറ്റെടുത്താൽ മതി, എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്വീകരിച്ചാൽ മതി. മറ്റൊരാൾക്കൂടെ അവസരം നമ്മൾ കൊടുക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് കർത്താവിൻ്റെ വേലയിൽ വിതച്ച ഓരോ മക്കളെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ, കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കുന്നവൻ കൊയ്യും. നിങ്ങളുടെ ജോലിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ വലിയ നന്മ ദൈവം ചെയ്യും. വായ്പ മേടിക്കത്തില്ല, വചനം പറഞ്ഞ് വാരി വിതറി കൊടുക്കും. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും പിന്തുടരും. ജോലി സ്ഥലങ്ങളിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും, എതിർപ്പുകളും, ഒറ്റപ്പെടലുകളും എല്ലാം വിട്ടുമാറട്ടെ. എതിർക്കുന്ന വ്യക്തികൾ അനുകൂലമായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നപ്പ. അങ്ങ് പ്രവർത്തിച്ച് നന്ദി പറയുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ ചുരുക്കം വാക്കുകളിൽ നിങ്ങളുടെ സാക്ഷ്യങ്ങളെ പറഞ്ഞാട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവ് പറഞ്ഞു സിസ്റ്റർ. ബ്രദറെ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, ബ്രദർ പറഞ്ഞു ഇൻഡസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് നന്മ വരുന്നുണ്ടെന്ന് ബ്രദർ പറഞ്ഞിരുന്നു. കർത്താവ് ഇന്നലെ ഇൻഡസ് എന്ന സ്ഥാപനത്തിൽ നിന്ന് പുത്തൻ കാറ് തന്നു അനുഗ്രഹിച്ചു. ബ്രദറിനോട് ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു കാർ എടുക്കാൻ ആഗ്രഹമുണ്ട്, ബ്രദറെ പ്രാർത്ഥിക്കണമെന്ന്. അപ്പം ബ്രദർ അത് പ്രാർത്ഥിച്ചിരുന്നു. അപ്പൊ അതിന് ബാധ്യതയും കടവൊന്നും ഇല്ലാതെ കർത്താവ് പ്രവർത്തിക്കുന്നതിനായിട്ട് ദൈവത്തിനോട് നന്ദി പറയുന്നു. പറഞ്ഞ തന്നെ കർത്താവിന്റെ നാമത്തിൽ ഇതൊന്നും ഇല്ലാതെ, ഒരു ബാധ്യതയും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നന്മയായ ഒരു വാഹനത്തെ കർത്താവ് ലഭിച്ചല്ലോ. ദൈവരാജ്യത്തിൽ അത് പ്രയോജനപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പറഞ്ഞില്ലേ ഒരു വഴിയോട് ചേർന്ന സ്ഥലമുണ്ട്, അത് ഞങ്ങളുടെ സ്ഥലമാണ്. സ്ഥലത്ത് ഞങ്ങൾ 30 കൊല്ലമായിട്ട് അത് വിൽക്കാൻ വേണ്ടി നോക്കുവാണ്. അത് ഒരു തരത്തിലും വിൽക്കാൻ പറ്റുന്നില്ല. അതിന്റെ പ്രാർത്ഥന വിഷയമാണ്, 30 വർഷമായിട്ടുള്ള പ്രാർത്ഥന വിഷയമാണ് ഇന്ന് ബ്രദർ പറഞ്ഞത്. ഇന്ന് അതിന്റെ മേൽ ജയമസിസ്റ്റർ ഈ ദിവസങ്ങളിൽ ആലോചന സ്വീകരിക്കുമ്പോൾ തന്നെ അതിന്റെ റിസൾട്ട് കർത്താവ് ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു.
ഞാന് പത്തനംതിട്ടയിൽ നിന്ന് സെലീനാണ്. ഇന്നലെ ബ്രദർ ഒരു ആലോചന പറഞ്ഞിരുന്നു. സെലീൻ എന്ന് പറയുന്ന ഒരാള് ഫിനാൻഷ്യൽ ആയിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നു, കടം കൊടുത്തതൊക്കെ ലഭിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്, അതിലൊരു ജയം ഉണ്ടാകുന്നു എന്ന് ബ്രദർ ഇന്നലെ പറഞ്ഞിരുന്നു. ഞാനത് യൂട്യൂബിലാണ് കേട്ടത്. അതുകൊണ്ട് എനിക്ക് പ്രതികരിക്കാൻ പറ്റിയില്ല. ഞാനത് ഏറ്റെടുക്കുന്നു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് അത് സാക്ഷിയാക്കി സിസ്റ്ററെ മാറ്റും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ബ്രദറെ ഒരു സാക്ഷ്യം പറഞ്ഞോട്ടെ? ആ. ഹലോ പറഞ്ഞോ. ബ്രദറെ, ഞങ്ങളുടെ വണ്ടി ഷോറൂമിൽ സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെന്റെ ഹസ്ബൻഡ് എടുത്തോണ്ട് വന്ന വഴി ഒരു കാറ് ലെഫ്റ്റ് സൈഡിലും ഞങ്ങളുടെ വണ്ടി റൈറ്റ് സൈഡിലും പോയിക്കൊണ്ടിരിക്കണായിരുന്നു. അപ്പൊ ഒരു പട്ടി വട്ടം ചാടി. അത് കാറിന്റെ അവിടെ വന്നപ്പോഴത്തേക്കും കാറുകാരൻ അത് സ്ലോ ആക്കി. എന്നിട്ട് നേരെ എന്റെ ഹസ്ബൻഡിന്റെ വണ്ടിയുടെ ഫ്രണ്ടിലേക്കാണ് അത് പോയത്. പക്ഷെ ഒരു അപകടവും കൂടാണ്ട് ആ ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ എത്തിയെങ്കിലും അത് ആ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ അത് തിരിച്ചോടി ബ്രദറെ. അപ്പൊ വലിയൊരു അപകടത്തിൽ നിന്നും കർത്താവ് ഞങ്ങളെ രക്ഷിച്ചു. ദൈവനാമത്തിന് മഹത്വം. നന്ദി കർത്താവ്. ഇന്ന് ബ്രേസ് പറഞ്ഞത് വലിയൊരു അനർത്ഥം ഇന്ന് ദുഃഖമായി തീരേണ്ട സ്ഥാനത്ത് ദൈവം ഇന്ന് സാക്ഷ്യമാക്കി മാറ്റൂ. ജീവനോടെ ഇന്ന് കർത്താവിനെ പ്രവൃത്തിയെ വർണ്ണിക്കാൻ ദൈവം ഇടയാക്കിയല്ലോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും എന്തോ ഒരു സാക്ഷ്യം പറഞ്ഞോട്ടെ? പറഞ്ഞോ. ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് ചേർത്തല കോടതിയിൽ ഒരു കേസ് ചെയ്യാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പം ആ ഫസ്റ്റ് കോടതിയിൽ എനിക്ക് മുൻസിപ്പിന്റെ ഫസ്റ്റ് കോടതിയിൽ എനിക്ക് കേസിന്റെ നമ്പർ കിട്ടിയത്. അപ്പം എനിക്ക് പരിചയമുള്ള ഒരു അഡ്വക്കേറ്റ് വന്ന് പറഞ്ഞു, ആ കോടതിയിൽ നിന്ന് സ്റ്റേ കിട്ടുകയില്ല, അയാൾ ആർക്കും കൊടുക്കത്തില്ല സ്റ്റേ എന്ന്. അപ്പോൾ എൻ്റെ കക്ഷിയോട് ഞാനത് തുറന്ന് പറഞ്ഞേക്കാന്ന് വിചാരിച്ചപ്പോൾ അയാൾ ബഹളം വെക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് വന്ന എന്തിനാ അങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കാൻ. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഭയം വന്നു. ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പം ഞാൻ അജിത സിസ്റ്ററിനെ വിളിച്ചു. അപ്പം എനിക്ക് വചനം ഒന്നും വരുന്നില്ല. പക്ഷെ സിസ്റ്റർ എനിക്ക് പറഞ്ഞു, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരും നമുക്കെതിരെ നിൽക്കും. അപ്പം ഞാൻ അത് കേസ് വിളിക്കുന്നത് വരെ അത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ എന്നിട്ട് പിന്നെ എൻ്റെ ഭയമെല്ലാം മാറി. ഞാൻ കേസിന്റെ വാദം പറഞ്ഞു. അത്ഭുതകരമായിട്ട് അതിന് ഇഞ്ചക്ഷൻ കിട്ടി. ഞാൻ സിസ്റ്ററെ വിളിച്ച് പറഞ്ഞു. ഭയങ്കര എന്ന് വെച്ചാൽ ഇന്ന് ബ്രദർ പറഞ്ഞില്ലേ, വചനം ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഭയം വന്നാലും വിടുതൽ ലഭിക്കും എന്ന് പറഞ്ഞ അത് സത്യമായിട്ടും അന്വർത്ഥമായി. പിന്നെ ഇന്നലെ ബ്രദർ പറഞ്ഞപ്പം ഗാഥ എന്ന് പറഞ്ഞൊരു കുട്ടിയെ ദൈവം അനുഗ്രഹിക്കുന്നു, അതിന്റെ വീടിനെ അനുഗ്രഹിക്കുന്നു. പക്ഷെ ആരും അത് ഏറ്റെടുത്തില്ല. ഞാനത് ഏറ്റെടുക്കാം. എൻ്റെ മോളുടെ പേര് ഗാഥ എന്നല്ല, അഗാഥ എന്നാ പേര്. അപ്പൊ പക്ഷെ ആരും അത് ഏറ്റെടുത്തിട്ടില്ല. അപ്പൊ ഞാൻ അത് എൻ്റെ മോളാണെന്ന് വിശ്വസിച്ച് ഞാനത് ഏറ്റെടുക്കുന്നു. സിസ്റ്ററെ, എനിക്ക് തോന്നുന്നത് സിസ്റ്റർ പറഞ്ഞ 2 സാക്ഷ്യമാണ് എന്ന് പറഞ്ഞാല് എനിക്ക് തോന്നുന്നു റീത്ത സഹോദരി, എനിക്കത് വോയിസ് ഞാൻ കേട്ടായിരുന്നു. റീത്ത സഹോദരിയുടെ കസിനാണത്. ആ സഹോദരി എനിക്ക് റീത്ത സഹോദരി അയച്ചിരുന്നു. ഞാൻ കേൾപ്പിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ കേൾപ്പിക്കാൻ പറ്റിയില്ല. കാര്യം ആ സമയത്ത് ഇത്തിരി തിരക്കിലായിപ്പോൾ നമ്മുടെ 2 സാക്ഷ്യം കേൾപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പം സിസ്റ്ററുടെ കസിനായിരുന്നു. അപ്പം എപ്പോഴും നമ്മൾ ആ പേരാണ്, ഗാഡ എന്നുള്ള പേരാണ് ദൈവാത്മ വെളിപ്പെടുത്തിയത്. അതുകൊണ്ടാണ് സിസ്റ്റർ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ആലോചന അതേപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. സിസ്റ്റർ പറഞ്ഞ തന്നെ കോടതിയിലെ വിഷയം നമ്മൾ കേട്ടല്ലോ. ഭാരപ്പെട്ട് ഭയപ്പെട്ടിരുന്നു. പക്ഷെ ഇന്ന് അവിടെ പ്രാർത്ഥനയിൽ സഹോദരിമാർ വിളിച്ചു പറഞ്ഞൊരു വചനം പ്രിയമാക്കുക ഇത് ചെയ്തു. ആ തക്ക സമയത്ത് പ്രാർത്ഥിക്കുവാനും ആ വചനത്തിന്റെ അകത്ത് ഭയം വിട്ടുമാറി അവിടെ ദൈവപ്രവൃത്തി കാണാൻ ഇടയായി തീർന്ന് കേട്ടതുപോലെ വചനമാണ് മുങ്ങാതെ എന്നെ നിർത്തുന്നത്. അതുണ്ടെങ്കിൽ ഞാൻ മുങ്ങത്തില്ല. എപ്പോഴും ഓർത്തണം, വചനം കയ്യിൽ എപ്പോഴും വേണം. പ്രശ്നം പറയരുതേ, നിങ്ങളുടെ വിഷയം പറയരുതേ. വിഷയം പറയും തോറും വിഷയം നിങ്ങളെ മുക്കും. നിങ്ങളുടെ കാഴ്ചവട്ടിൽ വിഷയം വരികയും അത് നിങ്ങളെ മുക്കും. ഇന്ന് വചനം വന്നപ്പോൾ മുക്കാൻ നിന്ന വിഷയത്തിന്റെ മേൽ നിന്നതുപോലെ കർത്താവ് സഹായിക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ഒരാൾ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ മറ്റുള്ളവരെ മ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഒരേപോലെ പറയുമ്പം ഈ സൗണ്ട് ക്ലാഷ് ആവുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? പ്രൈസ് ലോർഡ് പാസ്റ്ററെ. പറഞ്ഞു. ഇന്നലെ നിമ്മി എന്ന് പറയുന്ന ഒരു മോളുടെ കാര്യം പറഞ്ഞായിരുന്നു. എൻ്റെ മകന്റെ ഭാര്യയുടെ പേര് നിമ്മി എന്നാണ്. അവൾ അയർലൻഡിനാണ്. അപ്പൊ ആ പറഞ്ഞ ഇത് ഞാൻ ഏറ്റെടുക്കുന്നു. തീർച്ചയായിട്ടും കർത്താവ് ഒരു സാക്ഷ്യവാക്യം മാറ്റുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു.
കേൾക്കുന്നുണ്ട് brother. പറഞ്ഞോ. കേൾക്കുന്നുണ്ട്. ഞാൻ ഒരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് നടന്നതാണ്. ഞാൻ ബ്രദറ് നേരത്തെ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ തയ്യാറായി. പക്ഷെ അത് സാഹചര്യം അങ്ങനെ വന്നപ്പോ അതിന് തയ്യാറായി. ഞാൻ ഹൈവേയിൽ ഇങ്ങനെ പോവുകയായിരുന്നു. അപ്പം വൺ വേയിൽ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ അങ്ങോട്ട് പോകുമ്പം ഒരു വ്യക്തി നിന്നിട്ട് റോഡിന് നടുക്ക് നിന്നിട്ട് പിന്നെ വരുന്ന വണ്ടികൾ മൊത്തവും ഇങ്ങനെ തടഞ്ഞു നിർത്തിയിട്ട് അവരെ അടിക്കാനും ഇങ്ങനെ ഓരോന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുക. അപ്പൊ ഞാൻ അങ്ങോട്ട് പോകുമ്പം ഞാൻ ഒന്നും അത്ര കാര്യമാക്കിയില്ല. ആരോ അങ്ങനെ നിൽക്കുന്നു എന്ന് വിചാരിച്ചു. പക്ഷെ ഈ വണ്ടികളെല്ലാം തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത് പുള്ളി. എന്നിട്ട് ഞാനിങ്ങനെ പോയിട്ട് തിരിച്ച് കുറെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴും പുള്ളി അവിടെ നിന്നിട്ട് അടുത്ത സൈഡിൽ ഇറങ്ങി നിന്നുകൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ അവരെ ഇങ്ങനെ ഷൗട്ട് ചെയ്യും, പിന്നെ ആ വണ്ടികൾ തടഞ്ഞു നിർത്തുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ വന്നു, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പൊ ഞാൻ സ്കൂട്ടറിലായിരുന്നു, ഞാൻ അങ്ങോട്ട് മാറ്റി സൈഡിലോട്ട് ഒതുക്കി നിർത്തിയിട്ട് അവിടെ സ്കൂട്ടർ ഇരുന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചപ്പം കുറച്ചു നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴത്തേന് ഈ വ്യക്തി അവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് മുന്നോട്ടങ്ങ് പോയിട്ട് അവിടെ അപ്പോഴൊന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ഈ ഹൈവേ ഇങ്ങനെ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുക ആൾക്കാർ മൊത്തം. അപ്പം പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഈ വ്യക്തി തിരിഞ്ഞു വന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, സ്കൂട്ടർ അവിടെ നിന്ന് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി നടന്ന് ഈ വ്യക്തിയുടെ അടുത്തോട്ട് പോയിട്ട് അവിടെ ആ പുള്ളിയുടെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ പുള്ളി എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ തൊഴുതുകൊണ്ട് അങ്ങ് തൊഴുക, 2 കൈ കൊണ്ട് ഇങ്ങനെ തൊഴുതിട്ട് അങ്ങ് ആ റോഡിന് നടുക്കങ്ങ് ഇരുന്ന് തറയിൽ ഇരുന്നിട്ട് ഇങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു പോകാൻ പറഞ്ഞു, സൈഡിലോട്ട് പോയി അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു. ഇങ്ങനെ കൈ ചൂണ്ടിയിട്ട് ഞാൻ പറഞ്ഞു അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി അവിടുന്ന് പതുക്കെ എഴുന്നേറ്റ് കൈ തൊഴുതുകൊണ്ട് മേളിലോട്ട് ഇങ്ങനെ നോക്കി തൊഴുതുകൊണ്ട് പോയിട്ട് ആ സൈഡിൽ പോയി അങ്ങനെ നിന്നു. അപ്പൊ ഈ 2 സൈഡിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം നോക്കുന്നുണ്ട്. വണ്ടി ഇങ്ങനെ വരുന്നതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിരിക്കുക. എന്നിട്ട് ഈ പുള്ളി അവിടെ പോയിരുന്നു കഴിഞ്ഞപ്പം ഈ വണ്ടിയെല്ലാം വിട്ടുപോയി. അങ്ങനൊരു അനുഭവം എനിക്കുണ്ടായി. അങ്ങനെ പ്രാർത്ഥനകൾ ധൈര്യം തന്നത് ബ്രദർ എനിക്കിങ്ങനെ നേരത്തെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ റോഡിൽ എവിടെങ്കിലും ഇങ്ങനെ ആരെങ്കിലും കാണുമ്പം പെട്ടെന്ന് ആൾക്കാരെല്ലാം ഇങ്ങനെ വിട്ടിട്ട് പോകത്തില്ല, ആരും ശ്രദ്ധിക്കത്ത് പോലുമില്ല. പക്ഷെ നമ്മൾ ഇറങ്ങി പ്രാർത്ഥിക്കണം അപ്പൊ അവർക്ക് വേണ്ടി എന്ന് പറഞ്ഞതുകൊണ്ടാണ്, എനിക്ക് ആ ഓർമ്മ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അന്നേരം ഇറങ്ങി അങ്ങനെ പ്രാർത്ഥിക്കാൻ തയ്യാറായത്. ആമേൻ. തീർച്ചയായിട്ടും ബ്രദർ ദൈവം ചെയ്ത വലിയൊരു കാര്യമാണ്. ബ്രദർ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഉപദ്രവിക്കുന്ന ഒരു മനുഷ്യൻ, യഥാർത്ഥത്തിൽ ആ മനുഷ്യന്റെ മേൽ ഒരു ദുരാത്മാവ് ഉണ്ടായിരുന്നു. കാരണം ബ്രദർ അവിടെ പറഞ്ഞ് വിശ്വാസത്താൽ ചെയ്തപ്പോഴേക്കും എല്ലാവരും ഉപദ്രവിക്കുന്ന മനുഷ്യൻ സഹോദരന് മുമ്പിൽ അത് കീഴ്പ്പെടുകയും അനുസരിക്കുകയും ചെയ്തതിന്റെ കാരണം നമ്മുടെ അകത്തിരിക്കുന്ന യേശു ആ വിശ്വാസം നമ്മളിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ്. കർത്താവ് ഇന്ന് സഹായിക്കട്ടെ. അധികാരത്തെ ഇനി ഉപയോഗിക്കുക, ഇതേപോലെ അനേക വ്യക്തികളിൽ ഉപയോഗിക്കുക. അവരുടെ ജീവിതത്തിൽ നിന്നും പൈശാചിക ബന്ധനങ്ങൾ വിട്ടുമാറി അനേകരെ ഉപദ്രവിക്കുന്ന സ്വഭാവങ്ങളിൽ നിന്നും അനേക വ്യക്തികളിൽ നിന്നും കർത്താവ് അത് വിടുതൽ ചെയ്യുക ദൈവം ഉപയോഗിക്കും. ഇതൊരു തുടക്കം മാത്രമാണ്. ഗോഡ് ബ്ലസ് യു ബ്രദറെ. അനേകർക്കൊരു അനുഗ്രഹമായി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. വലിയ പ്രവൃത്തികളാൽ ദൈവം നമ്മളെ നിറയ്ക്കും. പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ ഇപ്പം മ്യൂട്ട് മാറ്റിയത്. ക്ലിയർ ആയില്ല. പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റി പറഞ്ഞത്. അല്ല ബ്രദറെ, ഞാൻ ഒരു മിനിറ്റ് ഒന്ന് സംസാരിച്ചോട്ടെ? പറഞ്ഞു. എന്റെ മോളുടെ ഫ്രണ്ടാ ലച്ചു. പറഞ്ഞു. അപ്പൊ ഞാൻ നാളെ ഇത് അവർക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് അവരോട് ഞാൻ പറയാൻ പോവാ അവരെ ഏറ്റെടുത്തോളാൻ. അവരുടെ വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും കർത്താവ് ഈ ആലോചനയിലൂടെ അവരുടെ ജീവിതത്തെ മാറ്റുവാൻ ഇടയായി തീരും കേട്ടോ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഒരു സാക്ഷ്യം കൂടി പറയാനുണ്ട്. പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞപ്പം പൊക്കിളിന് ചുറ്റും ഭയങ്കര വേദന, ഒരു പതിവില്ലാത്ത ഭയങ്കര വേദന ശക്തമായിട്ട്. ഉള്ളിലൊരു പേടിയും ഉണ്ട്. ഞാൻ ആ പ്രാർത്ഥന സമയത്ത് ഒത്തിരി വിഷമത്തോടെ പ്രാർത്ഥിച്ചു. എന്താണെന്നൊന്നും അറിയാൻ പാടില്ല. പ്രാർത്ഥിച്ച ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എനിക്ക് വളരെ കുറവുണ്ടായിരുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു.
നന്ദി കർത്താവ്. ഇന്ന് പ്രിയ മകളെ കർത്താവ് അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് എന്ന് പറഞ്ഞ് ഭയപ്പെട്ടു, പക്ഷേ ദൈവം ആശ്വാസം കൊടുത്തതിന് നന്ദി പറയുന്നു. പൂർണ്ണ സൗഖ്യമാണ് നമ്മുടെ അവകാശം. അത് പ്രിയ മകളുടെ മേൽ വ്യാപരിച്ചതിന് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇന്ന് വിശ്വസിക്കുന്നവരെല്ലാം കർത്താവിന്റെ തിരുസന്നിധിയിൽ എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക്